ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു രാജ്യത്തെ ഏറ്റവും വലിയ വിചാരണ കോടതിയായ ആപ്കി അദാലത്തിൽ രജിത് ശർമ്മയോടൊപ്പം. നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ അതിഥി ഒരു സൂപ്പർ സ്റ്റാർ ആണ്. അദ്ദേഹത്തിന്റെ എല്ലാ കഥാപാത്രങ്ങളും നിങ്ങൾ പ്രശംസിച്ചിട്ടുണ്ട്, സ്നേഹവും ലാളനയും നൽകിയിട്ടുണ്ട്. അദ്ദേഹം ആക്ഷൻ റോളിൽ അഭിനയിച്ചാലും ശരി, റൊമാൻറ്റിക് ഹീറോ ആയിട്ട് അഭിനയിച്ചാലും ശരി, കോമിക് റോളിൽ വന്നാലും എങ്ങനെയായാലും നിങ്ങൾ അദ്ദേഹത്തിനെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട്. പ്ലീസ് വെൽക്കം സൂപ്പർ സ്റ്റാർ അക്ഷയ് കുമാർ. ആപ്കി അദാലത്തിലെ ഈ സ്പെഷ്യൽ ഷോയിൽ ഇന്നത്തെ നമ്മുടെ ജഡ്ജിയും കുറച്ച് സ്പെഷ്യലുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഒരു ധൈര്യശാലിയായ ഒരു വ്യക്തിയാണ്. ഈ രാജ്യം തന്നെ അഭിമാനിക്കുന്ന ഒരു ഫോഴ്സിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. പ്ലീസ് വെൽക്കം റിട്ടയർഡ് എയർ മാർഷൽ സഞ്ജീവ് കപൂർ. ഇന്നത്തെ വിചാരണ തുടങ്ങാവുന്നതാണ്. ആപ്കി അദാലത്തിലെ വിചാരണ ഇപ്പോൾ നമുക്ക് തുടങ്ങാം. ആപ്കി അദാലത്തിൽ അക്ഷയ് കുമാറിനെതിരായ ആദ്യത്തെ കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ സൂപ്പർ സ്റ്റാർ അക്ഷയ് കുമാറിനെതിരായ കുറ്റാരോപണം അദ്ദേഹം ഇന്നത്തെ കാലത്തിനനുസരിച്ച് മാറുന്നില്ല എന്നുള്ളതാണ്. അക്ഷയ്, റിട്ടയർഡ് എയർ മാർഷൽ സഞ്ജീവ് കപൂർ സാർ നമ്മളോടൊപ്പം ഉണ്ട്. ഇദ്ദേഹത്തെ കണ്ടപ്പോൾ താങ്കൾക്ക് ഒരു കാര്യം ഓർമ്മ വന്ന് കാണും. താങ്കളും ഫൈറ്റർ ജെറ്റ് ഓടിക്കാൻ ആഗ്രഹിച്ചതാണ്. താങ്കളും പട്ടാളത്തിൽ ചേരാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. ഇപ്പോഴും താങ്കളുടെ ഹൃദയം നമ്മുടെ ആർമഡ് ഫോഴ്സിന് വേണ്ടി തുടിക്കുകയാണ്. അതെ. പിന്നെന്താ താങ്കൾ വേറെ റൂട്ടിലേക്ക് പോയത്? എൻ്റെ ഫാദർ ആർമിയിലായിരുന്നു. അതുപോലെ ഞാനും ആർമിയിൽ ചേരാൻ വേണ്ടി ശ്രമം നടത്തിയിരുന്നു. പക്ഷേ എനിക്ക് നന്നായി പഠിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എയർഫോഴ്സിലോ നേവിയിലോ ചേരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഞാൻ പഠിക്കാൻ മോശമായിരുന്നു. പഠിത്തത്തിൽ തീരെ ഇൻട്രസ്റ്റ് ഇല്ലെന്നാണ് ഞാൻ കേട്ടത്. അതെ, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ആൻഡ് മൈ ഫാദർ വാസ് ഇന്റലിജന്റ് എനഫ്. അദ്ദേഹം വളരെ ബുദ്ധിമാനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിനക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 12th വരെയെങ്കിലും പഠിക്കണമെന്ന് പറഞ്ഞു. വേണമെങ്കിൽ ഞങ്ങൾ തൊഴാം, 12 വരെയെങ്കിലും പഠിക്കും. അതായത് +2 കഴിഞ്ഞതിന് ശേഷം നീ എന്താഗ്രഹിക്കുന്നോ അത് ചെയ്തോളാം പറഞ്ഞു. ആ സമയത്ത് ഞാൻ കൂടുതലും ബ്രൂസിലിയുടെ സിനിമകൾ കാണുമായിരുന്നു. മാർഷൽ ആർട്സിൽ എനിക്ക് നല്ല താല്പര്യമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മാർഷൽ ആർട്സ് പഠിക്കാൻ വേണ്ടി ഞാൻ ബാങ്കോക്കിലേക്ക് പോയി. പക്ഷെ താങ്കൾ ബാങ്കോക്കിലേക്ക് പോയതിനു ശേഷം വെയിറ്റർ ജോലിയൊക്കെ ചെയ്തതായിട്ടാണ് ഞാൻ കേട്ടത്. എനിക്കവിടെ വേറെ ഒരു ജോലിയും കിട്ടിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പഠിക്കാൻ മോശമായിരുന്നു. അതുകൊണ്ടാ അത്. നന്നായി പഠിച്ചാലേ നല്ല ജോലി കിട്ടൂ. അതുകൊണ്ട് വെയിറ്ററുടെ പണി ചെയ്തു. ഷെഫായിട്ട് മാറിയിട്ട് സമോസയൊക്കെ ചെയ്തിരുന്നു. അല്ലല്ല, ഷെഫായിട്ടല്ല, ഞാൻ വെയിറ്റർ ജോലി ചെയ്തിട്ടുണ്ട്. ചെറിയ ദാബ പോലെ ഉണ്ടാവുമല്ലോ, അവിടെ മെട്രോ ഗസ്റ്റ് ഹൗസ് എന്നൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. അവിടെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ കാലത്തെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ജോലി ചെയ്യും. അത് കഴിഞ്ഞ് ഐ യൂസ് ടു പ്രാക്ടീസ് ഹൈ ബോക്സിംഗ് ഓൺ എ സ്ട്രീറ്റ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അത് കഴിഞ്ഞ് പോയി കിടന്നുറങ്ങും. ഇതുപോലെ ഏകദേശം 3-4 വർഷം അങ്ങനെ കടന്നുപോയി. സർ, മാർഷൽ ആർട്സ് പഠിച്ചതിന് ശേഷം താങ്കൾ വന്ന് ഒരു മോഡലാവണമെന്ന് ആഗ്രഹിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത്. മാർഷൽ ആർട്സ് പരിശീലിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യന്റെ അച്ഛൻ എന്നോട് പറയുകയുണ്ടായി. അദ്ദേഹം ഒരു മോഡൽ കോർഡിനേറ്റർ ആയിരുന്നു. നീ നല്ല ഹൈറ്റ് ഉണ്ട്, അതുകൊണ്ട് നീ ട്രൈ ചെയ്യാം, മോഡലിങ്ങിന് നീ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. ശരിക്കും അദ്ദേഹമാണ് എനിക്കൊരു വഴി കാണിച്ചു തന്നത്. നീ ഇതിന് ട്രൈ ചെയ്യണം, അങ്ങനെ ഒരുപാട് ഐഡിയാസ് പറഞ്ഞു തന്നു. അദ്ദേഹം ഇന്ന സ്ഥലങ്ങളുണ്ട്, എൻ്റെ അഡ്രസ്സ് തന്ന് ആ സ്ഥലത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാൻ പിന്നെ നോവൽറ്റി ഫർണിഷിംഗ് ഷോറൂമിൻ്റെ മോഡലായി ആക്ട് ചെയ്തു. എനിക്ക് അതിൻ്റെ ശമ്പളമായി 21,000 രൂപ കിട്ടി. ഞാനപ്പോൾ ചിന്തിച്ചത് 2 മണിക്കൂർ ഞാൻ AC റൂമിൽ ചെലവഴിച്ചു. കൂടെ തന്നെ ഒരു മോഡലും വരുന്നുണ്ടായിരുന്നു. അവരുടെ പേര് സോണിയ എന്നാണ്. ആൻഡ് ഷീ കംസ് ആൻഡ് ഇങ്ങോട്ട് നോക്കണം, പിന്നെ ഇങ്ങോട്ട് നോക്കണം. അത് കഴിഞ്ഞ് ചെയറിലിരിക്കണം. എന്നിട്ട് അവരെ നോക്കണം, അവർ വന്ന് എൻ്റെ അടുത്തിരിക്കും. ഇത്രയൊക്കെ ചെയ്തതിന് 21,000 രൂപ കിട്ടി. അതിനുശേഷം അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇത് കുഴപ്പമില്ലല്ലോ, തരക്കേടില്ലല്ലോ എന്നൊക്കെ. ഞാൻ 1 മാസം മുഴുവൻ അധ്വാനിച്ച് മാർഷൽ ആർട്സ് പഠിപ്പിച്ചു കൊടുത്താലും 5,000-6,000 കൂടുതൽ എനിക്കൊന്നും കിട്ടില്ല.
പക്ഷേ ഇവിടെ 2 മണിക്കൂർ AC റൂമിൽ ഇരുന്നതിന് 21,000 രൂപ അല്ല, കിട്ടി. താങ്കൾ ഇങ്ങനെയാണ് പറയേണ്ടത്. 2 മണിക്കൂർ AC റൂമിൽ ഇരുന്ന് ഒരു പെൺകുട്ടിയെ മടിയിലിരുത്തിയതിന് 21,000. അതെ അതെ, മടിയിലിരുത്തിയെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഏകദേശം അവിടെ 200 മുതൽ 250 പേരോളം ഉണ്ടായിരുന്നു. മടിയിലിരുത്തിയിട്ട് എന്ത് ചെയ്യാനാ? അവിടെ വലിയൊരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നല്ലോ. ആൻഡ് സോ ഇറ്റ് ഈസ്. അത് കഴിഞ്ഞ് മോഡലിംഗ് പുറകെ ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഒരു പടത്തിൽ ചാൻസ് കിട്ടി. താങ്കളോട് ആദ്യമായിട്ട് ഗോവിന്ദയാണ് എന്തുകൊണ്ട് താങ്കൾ ഹീറോ ആയി കൂടാതെന്ന് പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു. സത്യമാണത്? അതെ അതെ അതെ, ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് ജയ്സേട്ട്. ആ ജയ്സേട്ടിന്റെ ഒപ്പം ഞാൻ ആസ് എ ലൈറ്റ്മാനായി ജോലി ചെയ്തിരുന്നു. അപ്പോ വലിയ വലിയ ആക്ടേഴ്സൊക്കെ വരുമായിരുന്നു. ഗോവിന്ദ സാറും അവിടെ വരുമായിരുന്നു. സംഗീത ബിജ്ലാനി, ജാക്കി ഷെറോഫ്, പിന്നെ അനിൽ കപൂർ സാർ. അവരുടെയൊക്കെ ഫോട്ടോ എടുത്ത് അവർക്കുള്ള ലൈറ്റിങ്സ് ഒക്കെ സെറ്റ് ചെയ്യുമായിരുന്നു. അപ്പോഴാണ് ഗോവിന്ദ സാർ എന്നോട് പറഞ്ഞത്, ഹേയ്, നിന്നെ കാണാൻ കൊള്ളാലോ, ഹീറോ ആയിക്കോന്ന് പറഞ്ഞു. ഹീറോ ആയാൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞു. സോ അദ്ദേഹമാണ് എന്നോട് ആദ്യമായി ഇങ്ങനെ പറഞ്ഞത്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. അതായത് 7ാം ക്ലാസ്സിൽ ഞാൻ ഫെയിലായി. പിന്നെന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാനാ? ഫെയിലായി, തോറ്റുപോയി. ഞാൻ 7ാം ക്ലാസ്സിൽ തോറ്റുപോയി. അതിൻ്റെ പേരിൽ അച്ഛൻ എനിക്ക് 2 അടിയൊക്കെ തന്നു. എന്നിട്ട് നീ ജീവിതത്തിൽ എന്താകുമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് ഉത്തരം പറഞ്ഞുപോയി, ഞാൻ ഒരു ഹീറോ ആവാൻ പോവാന്ന് ഞാൻ പറഞ്ഞു. അതുവരെ എന്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഞാൻ അറിയാതെ തന്നെ അങ്ങനെ ഒരു വാക്ക് ഞാൻ പറഞ്ഞുപോയി. ആ പ്രായത്തിൽ ഞാൻ അറിയാതെ ഞാൻ ഹീറോ ആവെന്ന് പറഞ്ഞു. പിന്നീട് ഗോവിന്ദ സാറും അത് പറഞ്ഞു. അപ്പോൾ ഇക്കാര്യം സത്യമാണോ? താങ്കൾ ഒരു റാമ്പിൽ വാക്കിംഗ് പോകാൻ ഇരുന്നതാണ്, പക്ഷേ കൃത്യസമയത്ത് പോകാൻ സാധിച്ചില്ല. താങ്കൾ ഫ്ലൈറ്റ് മിസ് ചെയ്തു. അത് കാരണമാണ് താങ്കൾ സിനിമയിലേക്ക് വന്നത്. ഉള്ളതാ. അതിന്റെ കാരണം എന്താന്ന് വെച്ചാ, അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു. അതായത് കാലത്തായിരുന്നു ഫ്ലൈറ്റ്, ഞാനത് വൈകുന്നേരമാണെന്ന് തെറ്റിദ്ധരിച്ചു. അതായത് ഈവനിങ് 6 മണി. അതുകൊണ്ട് ഞാൻ കാലത്ത് റെഡിയായില്ല. ആ വ്യക്തി എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, യു ആർ വെരി അൺപ്രൊഫഷണൽ പേഴ്സൺ ദാറ്റ് യു ആർ നോട്ട് കം. ഞാൻ പറഞ്ഞു, തെറ്റ് സംഭവിച്ചു പോയി, വൈകുന്നേരമാണ് ഫ്ലൈറ്റ്, ഞാൻ തെറ്റിദ്ധരിച്ചതാണ്. അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പോയി. എന്നിട്ട് ഞാൻ ഉടനെ ബൈക്ക് എടുത്ത് എയർപോർട്ടിലേക്ക് പോയി. പക്ഷേ ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്കും ഫ്ലൈറ്റ് പോയി. അപ്പോൾ ഞാൻ വളരെ വിഷമത്തോടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ശരിക്കും ആ സമയത്ത് ഞാൻ കരഞ്ഞുപോയി എന്ന് പറയാം. അപ്പോൾ എനിക്ക് 21 വയസ്സായിരുന്നു. ആ സമയത്ത് അമ്മ എൻ്റെ അവസ്ഥ മനസ്സിലാക്കി എന്നോട് പറഞ്ഞു, വിഷമിക്കണ്ട, ദൈവം ഒരിക്കലും നമ്മളെ കൈവിടില്ല എന്ന്. ശ്രമിക്കേണ്ടത് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, എക്സാക്ട്ലി അതേ ദിവസം തന്നെ, ആ സമയത്തൊക്കെ ശരിക്കും രജത് സാർ ഇത്രയും വലിയ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് പോകണം പ്രൊഡ്യൂസറെ കാണിക്കാൻ വേണ്ടി, ഡയറക്ടേഴ്സിനെ കാണിക്കാൻ വേണ്ടി. ഇത്രയും വലിയ ഫോട്ടോസ് കൊണ്ടുപോകണം, പോർട്ട്ഫോളിയോ പോലെ. അതെ, പോർട്ട്ഫോളിയോ. അത് കയ്യിലെടുത്തോണ്ട് ബസ് കാത്തു നിന്ന് ബസ്സിൽ കയറി അതിൽ വേണം പോകാൻ. ഞാൻ നട്രാജ് സ്റ്റുഡിയോയിൽ പോയി. അവിടെ ഞാൻ പ്രൊഡ്യൂസറെ കാണാൻ വേണ്ടി പോകുമായിരുന്നു. ആ സമയത്ത് ഒരു മേക്കപ്പ് മാൻ, അദ്ദേഹത്തിന്റെ പേര് നരേന്ദ്രൻ ചേട്ടൻ എന്നെ കണ്ടു. അദ്ദേഹം മിസ്റ്റർ പ്രമോദ് ചക്രവർത്തി സാറിന്റെ മേക്കപ്പ് മാൻ ആയിരുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, എടോ, തനിക്ക് ഹീറോ ആണോ? ഞാൻ അതേന്ന് പറഞ്ഞു. എവിടെ, തന്റെ ഫോട്ടോ ഒന്ന് കാണിച്ചേ. ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ഫോട്ടോസ് കൊടുത്തു. ഇവിടെ നിൽക്ക്, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. അദ്ദേഹം ആ ഫോട്ടോസ് എടുത്തുകൊണ്ട് പോയി സാറിനെ കണ്ടിട്ട് തിരിച്ചു വന്നു. അദ്ദേഹം സാറിന് എൻ്റെ ഫോട്ടോസ് കാണിച്ചു. സാറിന് ആ ഫോട്ടോസ് വളരെ ഇഷ്ടപ്പെട്ടു. കുറച്ചു കഴിഞ്ഞ് എന്നെ അകത്തേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ തന്നെ സാർ എനിക്ക് 5000 രൂപ 5000 രൂപയുടെ ഒരു ചെക്ക് തന്നു. രജത് സാർ, ഞാൻ സത്യമായിട്ട് പറയാ, ഒരു മനുഷ്യന്റെ തലയിലെഴുത്ത് എപ്പോ വേണമെങ്കിലും മാറുമെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എക്സാക്ട്ലി ഞാൻ കാലത്ത് 6 മണിക്കുള്ള ഫ്ലൈറ്റ് പോകേണ്ടവനായിരുന്നു. അന്ന് വൈകിട്ട് 6 മണിക്ക് എൻ്റെ കയ്യിൽ ചെക്ക്. ആ ചെക്ക് ഞാൻ വാങ്ങിക്കുമ്പോൾ എക്സാക്റ്റ് ആയിട്ട് 6 ആയിരുന്നു. അപ്പോഴാണ് എൻ്റെ ഉള്ളിൽ തോന്നിയത്, ഇത് ശരിക്കും ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ആ ഫ്ലൈറ്റിൽ എനിക്ക് പോകാൻ കഴിയാതെ അൺപ്രൊഫഷണൽ എന്ന് പേര് വാങ്ങിച്ചത് ഇതിനു വേണ്ടിയായിരുന്നു. ആ ദൈവത്തിന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് താങ്കൾ എപ്പോഴൊക്കെ ഫെയിൽ ആവുന്നു അപ്പോഴൊക്കെ താങ്കളെ ഹീറോ ആയിട്ട് മാറ്റി. അല്ല, അത് ഫ്ലൈറ്റ് പിടിക്കുന്നതിൽ മിസ്സായി താങ്കൾ ഹീറോ ആയില്ലേ? അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കാറുണ്ട്, അവിടെ ഒരുപാട് പേർ നിൽക്കുന്നുണ്ടാവും ടു ബിക്കം എൻ ആക്ടർ. അവർ എന്നെക്കാളും കാണാൻ നല്ല സ്മാർട്ടായിരിക്കും, അവർ എന്നെക്കാളും ടാലന്റഡ് ആയിരിക്കും. പക്ഷേ വ്യത്യാസം എന്താന്ന് വെച്ചാൽ, എനിക്ക് ലക്കുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കത് കിട്ടി.
എൻ്റെ കാര്യത്തിൽ ഐ ഡോണ്ട് നോ ഇവിടെ എത്ര പേര് ഇത് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതിനേക്കാളും വലുതായി ജീവിതത്തിൽ ലക്കിനും സ്ഥാനമുണ്ട്. സോ അതുപോലെ കൃത്യസമയത്ത് നമ്മൾ കൃത്യമായ സ്ഥലത്ത് കൃത്യമായ വ്യക്തികളെ കണ്ടുമുട്ടിയാൽ നമ്മുടെ ജീവിതം തനിയെ മാറിക്കോളും. അത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. എനിക്കൊരിക്കലും അത് നിഷേധിക്കാനാവില്ല. ഞാൻ ശരിക്കും ഒരു ഭാഗ്യവാനാണ്. ദൈവത്തിന്റെ അനുഗ്രഹം എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. ആ സമയത്ത് നോക്കുകയാണെങ്കിൽ താങ്കൾ ഖിലാഡി എന്നൊരു സിനിമയിൽ അഭിനയിച്ചിരുന്നു. അതിനുശേഷം താങ്കൾക്ക് പോപ്പുലാരിറ്റി വന്നുകൊണ്ടേയിരുന്നു. ഓരോരോ ആക്ഷൻ ഫിലിമായിട്ട് താങ്കൾ ചെയ്യാനും തുടങ്ങി. അതെ, ഞാൻ ഏകദേശം 10 വർഷത്തോളം ആക്ഷൻ മൂവീസിലാണ് അഭിനയിച്ചത്. അപ്പൊ എനിക്ക് തന്നെ ബോറടിച്ചു തുടങ്ങി. ഞാൻ എപ്പോഴൊക്കെ സെറ്റിൽ പോകുന്നുവോ അപ്പോഴെല്ലാം എനിക്ക് ഒരു ഫൈറ്റെങ്കിലും ചെയ്യേണ്ടതായി വരും. കിക്ക് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങോട്ട് തിരിയണം, ഫൈറ്റ് ചെയ്യണം, ജമ്പ് ചെയ്യണം. എന്റെ ലക്കെന്ന് പറഞ്ഞാൽ ആക്ഷൻ കാരണമാണ് ഞാൻ രക്ഷപ്പെട്ടത്. ആദ്യം ഞാൻ ആക്ഷൻ ഹീറോ ആയിട്ടാണ് വന്നത്. നോർമലി നമ്മുടെ സിനിമയിൽ ഫിലിം സ്റ്റാർ, സൂപ്പർ സ്റ്റാർ ആണെങ്കിലും എല്ലാവരും താമസിച്ച് എഴുന്നേക്കും, ലേറ്റായിട്ടാണ് സെറ്റിലേക്ക് വരുന്നത്, ലേറ്റായിട്ട് വരും, പ്രൊഡ്യൂസറെ ടെൻഷനാക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ താങ്കളാണെങ്കിൽ അവരെല്ലാം ഉറങ്ങാൻ പോകുന്ന സമയത്ത് കൃത്യമായിട്ട് സെറ്റിലെത്തുകയും ചെയ്യും. എൻ്റെ ഫാദർ ആർമിയിലായിരുന്നു. അദ്ദേഹം എന്നെ ഇങ്ങനെയൊരു കാര്യം ശീലിപ്പിച്ചു. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എനിക്ക് 58 വയസ്സായി. എൻ്റെ ലൈഫിൽ ഇതുവരെ ഒരിക്കൽ പോലും ഞാൻ സൺറൈസ് മിസ് ചെയ്തിട്ടില്ല. ദിവസവും ഞാൻ സൺറൈസ് കാണും. കാലത്ത് എഴുന്നേൽക്കുന്നതുകൊണ്ട് ഒരു മനുഷ്യന് അവന്റെ ഭാഗ്യവും ഒപ്പം എഴുന്നേൽക്കും. പക്ഷേ അതിലൊരു കാര്യം എന്താന്ന് വെച്ചാൽ നല്ല സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. എൻ്റെ അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, രാത്രിയിൽ അധിക സമയം ഉറങ്ങാതെ ഇരിക്കുന്നവർ ഒരു വൂൾഫാണെന്ന് പറയും. അതായത് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള എല്ലാ സൂപ്പർ സ്റ്റാറുകളും അവർ രാത്രിയെല്ലാം ഉറക്കം ഒഴിച്ചിരുന്ന് രാവിലെ ആയിരിക്കും ഉറങ്ങാൻ പോകുന്നത് തന്നെ. ഗോവിന്ദയൊക്കെ അദ്ദേഹത്തിന്റെ സെറ്റിലേക്ക് അടുത്ത ദിവസമായിരിക്കും പോകുന്നത്. അത് ആരെക്കുറിച്ചും ഈ കാര്യത്തിൽ ഞാൻ കമന്റ് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ചില ആളുകളൊക്കെ വൈകി എഴുന്നേൽക്കും, വളരെ വൈകി ഉറങ്ങും. അവർക്കും ലക്കുണ്ടാവും. താങ്കൾ ഒരു പാർട്ടിക്കും പോകില്ല, ആരെയും ഫ്രണ്ട്സായിട്ടും വെക്കാറില്ല. അതെ, ഞാൻ പാർട്ടികൾക്കൊന്നും പോകാറില്ല. എനിക്കത് ഇഷ്ടമല്ല. എനിക്കത് വളരെ ബോറിംഗ് ആയി തോന്നും. അവിടെ പോയി എന്താ ചെയ്യേണ്ടെന്ന് പോലും എനിക്കറിയില്ല. പാർട്ടിക്ക് പോകുന്നത് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ പോകില്ല. ഇൻഡസ്ട്രിയിൽ എനിക്ക് വളരെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയാൻ എൻ്റെ സ്കൂൾ ഫ്രണ്ട്സ് മാത്രമാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ 40 വർഷം പഴക്കമുള്ള ഫ്രണ്ട്ഷിപ്പാണ്. 40-50 വർഷം പഴക്കമുള്ള ഫ്രണ്ട്ഷിപ്പ്. താങ്കൾ മദ്യപിക്കാറുണ്ട്? ഇല്ല, എനിക്കത് ഇഷ്ടമല്ല. ഒരു പ്രാവശ്യം താങ്കൾ സൽമാനോട് പറഞ്ഞിരുന്നു, ഒരു ഗ്ലാസ് വൈൻ അടിച്ചാൽ തന്നെ ഞാൻ ഫിറ്റാവുന്നു. അതെ, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ 10th ആനിവേഴ്സറി ആയിരുന്നു. എൻ്റെ വൈഫും ഉണ്ടായിരുന്നു. അന്ന് ഞാൻ കുറച്ച് വൈൻ കുടിച്ചു. ഉടനെ തന്നെ എനിക്ക് ബുദ്ധി കൂടിപ്പോയി. ഞാൻ ചെന്ന് കുക്ക് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് നിങ്ങൾ വിശ്വസിക്കില്ല, ഐ സ്റ്റാർട്ടഡ് കുക്കിംഗ്. ഞാൻ കിച്ചണിലേക്ക് പോയി പാചകം ചെയ്യാൻ തുടങ്ങി. ഇപ്പം ഞാൻ അറിഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, താങ്കൾ ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്ത് താങ്കളുടെ കിച്ചണും ഒപ്പം വരുന്നതായിട്ടാണ് കേട്ടത്. പുറത്തുനിന്ന് വരുത്തുന്ന ആഹാരം എനിക്കിഷ്ടമല്ല. ദൈവം എനിക്ക് ആവശ്യത്തിനുള്ള പണം തന്നിട്ടുണ്ടല്ലോ, എന്തുകൊണ്ട് ഞാൻ എൻ്റെ ഹെൽത്ത് ശ്രദ്ധിച്ചുകൂടാ? ഞാൻ എനിക്ക് വേണ്ടി ഒരു ചെറിയ കിച്ചൺ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഷെഫുണ്ട്, അദ്ദേഹം എപ്പോഴും എൻ്റെ കൂടെ വരും. എനിക്ക് ആവശ്യമുള്ളത് ആ ഷെഫ് ഉണ്ടാക്കി തരും. ഞാൻ അതേ കഴിക്കൂ. ചോറ്, പരിപ്പ്, കിച്ചടി, ഇതൊക്കെ ഞാൻ കഴിക്കും. അത്രേ ഉള്ളൂ. ഞാനവിടെ പൊറോട്ട സ്ട്രീറ്റിൽ താങ്കളുടെ ഒരു ഫോട്ടോ കണ്ടിരുന്നു, പൊറോട്ട കഴിക്കുന്നത് പോലെയുള്ള. അതെ, എൻ്റെ ഫോട്ടോ അവിടെയുണ്ട്. കാരണം ഞാൻ അവിടെയാണ് ജനിച്ചത്. അവിടെ എൻ്റെ ഫോട്ടോയുണ്ട്. പിന്നെ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇത് വ്യാജമാണെന്ന് തെളിയിച്ചാൽ 1000 രൂപ സമ്മാനം കിട്ടുമെന്ന്. ആൻഡ് ഫോട്ടോ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാനാ? താങ്കൾക്ക് ആഗ്രഹം കാണില്ലേ, എന്തെങ്കിലും കഴിക്കില്ലേ അല്ലേ? അല്ലല്ല, കഴിക്കും, പക്ഷെ എപ്പോഴും അല്ല. അതായത് അതായത് ഈ ചോലെ ഭട്ടൂരെ അല്ലല്ല, ഞാൻ താങ്കളോട് പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങളോടും പറയാം. ഇപ്പോ ഇത് കഴിഞ്ഞിട്ട് സാറ് എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്താ കഴിക്കുന്നതെന്ന്. ഞാൻ ചോളി ഭട്ടൂര ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കഴിക്കില്ല എന്ന് ഞാൻ പറയില്ല. സോ ഞാൻ എപ്പോഴും നോർമലായിട്ടേ കഴിക്കാറുള്ളൂ. ഞാൻ മറ്റുള്ളവരെ പോലെ കാലറീസ് കണക്ക് കൂട്ടില്ല, പ്രോട്ടീൻ ഇൻടേക്ക് കണക്ക് കൂട്ടില്ല. ഓരോരുത്തരുടെ ഇഷ്ടം അവരങ്ങനെയൊക്കെ നോക്കുന്നു, അങ്ങനെയും വേണം. പക്ഷേ ഞാൻ ഇഷ്ടം പോലെ കഴിക്കും. ഞാൻ എല്ലാം കഴിക്കും. നെയ്യൊഴിച്ച് കഴിക്കും. നമ്മുടെ ഇന്ത്യൻ ഫുഡ് എല്ലാം തന്നെ ഞാൻ കഴിക്കും. എനിക്ക് പൊറോട്ട വളരെ ഇഷ്ടമാണ്, ചോള ഭട്ടൂര ഇഷ്ടമാണ്, ജിലേബി ഇഷ്ടമാണ്. ജിലേബി പാലിട്ട് ഞാൻ കഴിക്കും.
എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഡൽഹിയിൽ കഴിയുന്ന ഒരാളാണ്. എനിക്ക് ആഹാരം വളരെ പ്രധാനമാണ്. കൃത്യസമയത്ത് ഞാനത് കഴിക്കും. പക്ഷേ ലിമിറ്റായിട്ട് കഴിക്കും. ആൻഡ് 6:30-ക്ക് മുമ്പ് കഴിക്കും. അത് കഴിഞ്ഞ് ഞാൻ പിന്നൊന്നും കഴിക്കില്ല. ആൻഡ് അതുപോലെ അത്ര കാലറി ഇത്ര കാലറി അതൊന്നും ഞാൻ ആഹാരം കഴിക്കുമ്പോൾ നോക്കാറില്ല. ഞാൻ എത്ര കഴിച്ചാലും അതിൽ കൂടുതൽ എക്സസൈസ് ഞാൻ ചെയ്യാറുണ്ട്. കാർഡിയോ ചെയ്യാറുണ്ട്, അങ്ങനെ പല എക്സസൈസും. താങ്കളുടെ ഫിറ്റ്നസ് നോക്കുകയാണെങ്കിൽ വളരെ ഫിനോമിനലാണ്. ഫിലിം ഇൻഡസ്ട്രിയിൽ താങ്കളെപ്പോലെ ഫിറ്റായ ഒരു ആർട്ടിസ്റ്റ് ഇല്ലെന്ന് തന്നെ പറയാം. അതിൻ്റെ രഹസ്യം എന്താണ്? അതായത് ഞാൻ എൻ്റെ ലൈഫ് ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഇവിടെയുള്ള ആർക്കും ഞാൻ സജഷൻ പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നിങ്ങളോട് പറഞ്ഞു തരാം. ലൈഫ് എന്ന് വെച്ചാൽ there's a lovely word called simplicity. ലിവ് യുവർ ലൈഫ് സിമ്പിൾ. അത് പണം ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, എങ്ങനെയാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിംപ്ലിസിറ്റിയോടുകൂടി ജീവിക്കുകയാണെന്ന് വെച്ചോളൂ. അത് നിങ്ങളെ വളരെ കാമാക്കാൻ ട്രൈ ചെയ്യും. അതുപോലെ നിങ്ങളുടെ ഹെൽത്തും വളരെ നല്ലതായിരിക്കും. ഈ ലോ ബ്ലഡ് പ്രഷർ, ഹൈ ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ്, സ്ട്രെസ്, ഇതെല്ലാം നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം. ഇപ്പോ ഈ സ്ട്രെസ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയെ വല്ലാതെ ബാധിക്കുന്നൊരവസ്ഥയാണത്. പിന്നെ ഡയബറ്റീസിന്റെ കാര്യമെടുത്താൽ നമ്മളാണ് അതിൽ നമ്പർ 1. ഹാർട്ട് പ്രോബ്ലത്തിലും ഇപ്പോൾ നമ്പർ 1ലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. നമുക്ക് വേണ്ടത് ബേസിക്സ് ഓഫ് ലൈഫാണ്. ആ ബേസിക് ഓഫ് ലൈഫ് എന്നത് നിങ്ങളുടെ ജീവിതം നിങ്ങൾ സിമ്പിളായി ജീവിക്കണം. ഒരിക്കലും സ്ട്രെസ് ആവാതെ നോക്കണം. എപ്പോഴും നിങ്ങൾ പോസിറ്റീവായി തിങ്ക് ചെയ്യണമെന്നേ ഞാൻ പറയൂ. നന്നായി ചിന്തിക്കൂ. ആരെക്കുറിച്ചും മോശമായി ചിന്തിക്കരുത്. ആരുടെയും ശാപം നിങ്ങൾ ഒരിക്കലും ഏറ്റുവാങ്ങരുത്. അതുപോലെ തന്നെ ജീവിതം എത്രത്തോളം സിമ്പിളായി ജീവിക്കുന്നോ അതുപോലെ മറ്റൊരു അതിശയകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ സേവന മനോഭാവം എപ്പോഴും ഉണ്ടായിരിക്കും. നിങ്ങളുടെ ആരോഗ്യം ഒരിക്കലും നശിക്കുകയില്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഫ്രൈഡേ പടം റിലീസാകുന്ന സമയത്ത് കോടിക്കണക്കിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന താങ്കൾക്ക് ശരിക്കും സ്ട്രെസ് കാണില്ലേ? സ്ട്രെസ് ഉണ്ടാവും, പക്ഷേ തലയിൽ പിടിച്ചിരിക്കുന്ന പോലെ ഒരിക്കലും സ്ട്രെസ് ഉണ്ടാവില്ല. ചുവരിൽ തലയിടിക്കുന്ന പോലെ ഉണ്ടാവില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം, അതായത് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ എന്റെ പടം ഓടിയില്ലെങ്കിൽ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ കുറച്ച് വിഷമമുണ്ടാവും. വീട്ടിൽ മിണ്ടാതിരിക്കും. അതിനുശേഷം എവിടെയാണ് പിഴവ് പറ്റിയതെന്ന് ചിന്തിക്കും. പിന്നെ ഞാനൊരു തീരുമാനം എടുക്കും. അതായത് ഇപ്പോ 3 ദിവസം കഴിഞ്ഞല്ലോ, യു ഹാവ് ബീൻ ക്വൈറ്റ് ആൻഡ് മൺഡേ ആയി. വീണ്ടും എനിക്കെന്റെ പടങ്ങൾ തുടങ്ങണം. മറ്റൊരു പ്രൊഡ്യൂസറുടെ കൂടെ അടുത്തൊരു പടത്തിന് ഞാൻ വർക്ക് ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. ബിക്കോസ് ദീസ് തിങ്സ് ആർ ഈ വക കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലല്ല. അതായത് വിജയം നേടുക എന്നത് നമ്മുടെ കയ്യിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അത് പ്രകൃതിയുടെ കൈകളിലാണ്. കിട്ടിയാൽ സന്തോഷം, കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. വ്യൂവേഴ്സിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? താങ്കൾ ഒരുപാട് ഹീറോയിൻസിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. താങ്കളുടെ ഫേവറേറ്റ് ഹീറോയിൻ ആരാണ് സാർ? എന്റെ ഫേവറേറ്റ് ഹീറോയിൻ, ഞാൻ എല്ലാ ഹീറോയിൻസിന്റെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ശരിക്കും പറഞ്ഞാൽ യാതൊരു സംശയമില്ല. കത്രീന. ഞാൻ അറിഞ്ഞൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഹീറോയിൻസിനൊന്നും താങ്കളോടൊപ്പം അഭിനയിക്കാൻ താല്പര്യമില്ലെന്നാണ്. താങ്കളുടെ കൂടെ വർക്ക് ചെയ്യണമെങ്കിൽ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം. നിങ്ങൾ കേട്ടത് തെറ്റായ കാര്യമാണ്. അതിന് നേരെ എതിരാണ്. ഏത് ഹീറോയിൻസിനോട് വേണമെങ്കിലും ചോദിച്ചോളൂ. സോ ഹാപ്പി ടു വർക്ക് വിത്ത് മീ. ഈ അടുത്ത കാലത്ത് ഞാൻ ഗുഡ് ന്യൂസ് പടത്തിൽ അഭിനയിച്ചപ്പോൾ കരീന അവരുടെ ഹസ്ബൻഡിനോട് പറഞ്ഞിരിക്കുന്നു, സെയ്ഫിനോട്, ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാലത്ത് 8 മണിക്ക് തന്നെ ഫസ്റ്റ് ഷോട്ട് വയ്ക്കുന്നു, 11:30-12 പാക്കപ്പ് ചെയ്യുന്നു, വീട്ടിൽ വന്ന് പിള്ളേരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടുന്നുണ്ടെന്ന്. അതിനേക്കാളും വേറെന്താ വേണ്ടത്? ഒരു മനുഷ്യന് കാലത്തെ തന്നെ ജോലി തീരുകയാണെങ്കിൽ അതിന് എന്തൊക്കെ ഫലമുണ്ട്? ഫലം എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ട്രാഫിക്കിൽ നമ്മൾ കുടുങ്ങില്ല, നേരത്തെ ഷൂട്ടിംഗ് സ്പോട്ടിൽ എത്താം, നമുക്ക് നമ്മുടെ ജോലി ചെയ്യാം, പാക്കപ്പായി 2-2:30 മണിയാകുമ്പോഴേക്കും തിരിച്ചു വരുമ്പോഴും നമ്മൾ ട്രാഫിക്കിൽ കുടുങ്ങാൻ സാധ്യതയില്ല. ആ സമയത്ത് വലുതായി ട്രാഫിക് ഉണ്ടാവില്ല. ട്രാഫിക് അവേഴ്സ് എല്ലാവർക്കും അറിയാവുന്നതാണ്. 4-5 മണി മുതലാണ് അത് തുടങ്ങുക. സോ അതുപോലെ ഒരു ദിവസം മുഴുവൻ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടും. ഫാമിലിയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാം, ഫ്രണ്ട്സിനോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാം, നിങ്ങൾക്ക് വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളാണ്. അതായത് ഹീറോയിൻസ് താങ്കളോടൊപ്പം അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും താങ്കൾ എന്തുകൊണ്ടാണ് ഓരോ പടത്തിലും ഓരോ ഹീറോയിൻസിനെ എടുക്കുന്നത് 22 വയസ്സ് മുതൽ? അങ്ങനെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പുതിയ ഡയറക്ടറിനോടൊപ്പം വർക്ക് ചെയ്യുന്നുണ്ട്.
ആൻഡ് ഐ ആം വെരി പ്രൗഡ് ഓഫ് ദാറ്റ്. സോ വൈ നോട്ട്? കാരണം വർക്കിലുള്ള അവരുടെ ഗ്രീഡിനെസ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പുതിയ ഡയറക്ടേഴ്സിന്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ അവരുടെ മുഖത്തത് കാണാൻ പറ്റും. എന്തുകൊണ്ട് പാടില്ല? എനിക്ക് ഇതൊക്കെ ആലോചിക്കുമ്പോൾ വളരെ അഭിമാനം തോന്നുന്നുണ്ട്. ഞാൻ ഇതുവരെ 26 ന്യൂ ഡയറക്ടറിനോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഇൻഡസ്ട്രിയിൽ. അതുപോലെ തന്നെ 22, 23 ഹീറോയിൻസിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, പുതിയ ഹീറോയിൻസിനൊപ്പം, ഈ ഇൻഡസ്ട്രിയിൽ പുതിയതായി വന്നവർ. വൈ നോട്ട്? ഞാൻ പഴയ ആളുകളോടൊപ്പം വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ എപ്പോഴാണ് പുതിയ ആൾക്കാർക്ക് ചാൻസ് കിട്ടുക? അത് പറയൂ. അങ്ങനെ ആവാൻ പാടില്ല. അവർക്കും ചാൻസ് കിട്ടണ്ടേ? അല്ല, ചിലരെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഒരുപക്ഷെ ഔട്ട്ഡോറിൽ എന്തെങ്കിലും ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ രാവിലെ 5 മണിക്ക് വന്ന് എല്ലാവരുടെയും കഥവിൽ തട്ടുമെന്ന് എഴുന്നേക്കാൻ പറഞ്ഞിട്ട്. ഇല്ലില്ല, അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും ചെയ്യില്ല. ഞാനെന്തിനങ്ങനെ ചെയ്യണം? ഞാനെന്തിനാ ഒരാളുടെ വാതിൽ മുട്ടാൻ പോകുന്നത്? ഞാനെന്താ പ്രൊഡക്ഷൻ മാനേജറാണോ വാതിൽ മുട്ടാൻ? എല്ലാവരുടെയും വാതിൽ മുട്ടി പെട്ടെന്ന് റെഡിയാവാൻ പറയാൻ? ഗുൽഷൻ ഗ്രോവർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു അദ്ദേഹത്തെ രാവിലെ എഴുന്നേൽപ്പിക്കുമെന്നും. ഗുൽഷൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും എന്നെ നേരത്തെ എഴുന്നേൽപ്പിക്കണമെന്ന്. അതായിരിക്കും ഞാൻ എഴുന്നേൽപ്പിച്ചത്. അതെന്റെ ശീലമാണെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, ശരിയല്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം കുറേ നേരം ഉറങ്ങുമായിരിക്കും അല്ലേ? എല്ലാരും സമയത്തിന് എത്തിക്കോളും. ഞാൻ ഇപ്പൊ ഒരു കാര്യം പറയാം. ഷൂട്ടിംഗ് നടക്കുന്ന സമയങ്ങളിൽ അതിലുള്ള മെയിൻ ആക്ടർ കൃത്യസമയത്ത് ഷൂട്ടിങ്ങിനെത്തിയാൽ അവിടെയുള്ള ബാക്കി എല്ലാ ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകളും എല്ലാവരും കൃത്യസമയത്ത് എത്തിക്കോളും. രജത് സാർ, നിങ്ങൾക്കറിയാവുന്നതാണ്, നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ കൃത്യസമയത്ത് എത്തിയാൽ നിങ്ങളുടെ ഓഫീസിൽ മറ്റുള്ളവരും ഭയം കൊണ്ട് കൃത്യസമയത്ത് എത്തിയിരിക്കും. കാരണം ബോസ് നേരത്തെ എത്തുമല്ലോ. ഇത് തീർച്ചയായും നടക്കും. ഒരുപക്ഷെ ബോസ് ഒരു അലസനാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും അങ്ങനെ തന്നെ ആയിരിക്കും. ഇത് ഒരു കോമണായ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു കാലഘട്ടത്തിൽ ഒന്നിനു പിന്നാലെ ഒന്നായി താങ്കളുടെ 10-12 സിനിമകൾ ഫ്ലോപ്പായി. അപ്പോൾ താങ്കൾക്ക് സ്ട്രെസ് ഏർപ്പെട്ടോ? താങ്കൾ സങ്കടപ്പെട്ടോ? രജത് സാർ, നിങ്ങൾ ഇത് മാത്രമാണ് പറയുന്നത്. അതുപോലെ ഒരു സമയത്ത് 12, 13, 14 പടം ഒരുമിച്ച് ഹിറ്റായതും പറയുന്നില്ലല്ലോ. അതായത് അല്ല, ഞാൻ എന്തിനെക്കുറിച്ചാ പറയുന്നതെന്ന് വെച്ചാൽ സാരമില്ല. ഇത് നീതിപീഠമാണ്. എന്റെ പേരിൽ കേസുണ്ട്, വിചാരണ നടക്കുകയാണ്. നെഗറ്റീവിനെ കുറിച്ച് മാത്രമേ പറയാവൂ. പോസിറ്റീവ് കാര്യമൊക്കെ പോട്ടെ, വിട്ടേക്ക്. അതെ, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. ഇത് ഒരു തവണയല്ല, ഇതുപോലെ എനിക്ക് 2-3 തവണ സംഭവിച്ചിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് 8-9 സിനിമകൾ ഓടിയിട്ടില്ല, 10 പടം ഓടിയിട്ടില്ല. അതുപോലെ ചില സമയങ്ങളിൽ 10-14 പടങ്ങൾ ഓടിയിട്ടുണ്ട്. ഇത് സാധാരണ സംഭവിക്കുന്ന കാര്യമാണ്. അപ്സ് ആൻഡ് ഡൗൺ എപ്പോഴും ഉണ്ടാവും. പക്ഷേ സ്ട്രെസ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ, അതായത് സ്ട്രെസ് ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, എന്റെ പടങ്ങൾ ഓടാതിരിക്കുന്നതുകൊണ്ട് ഞാൻ എന്താണ് ചിന്തിച്ചതെന്ന് വെച്ചാൽ, ഇപ്പൊ എന്താണ് ചെയ്യുക? കണ്ടിന്യൂസ് ആയിട്ട് 10-15 പടം ഓടിയിട്ടില്ല. ഞാൻ ചിന്തിച്ചത് മേ ബി ഐ എം നോട്ട് കട്ട് ഓഫ് ഫോർ ദിസ്. എന്തെങ്കിലും ഒരു ജോലി ചെയ്തേ പറ്റൂ. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കാനഡയിൽ. അവൻ പറഞ്ഞു, നീ നേരെ ഇങ്ങ് വാ, നമുക്കിവിടെ ഒരുമിച്ച് ജോലി ചെയ്യാന്ന്, ഇവിടെ ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞു. അവനൊരു ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു, കാർഗോ ബിസിനസ്. അപ്പോ ഞാൻ അവന്റെ ഒപ്പം ബിസിനസ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയി. ആ സമയത്ത് എന്റെ ലാസ്റ്റ് ഫിലിം 1-2 സിനിമകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനത് പൂർത്തിയാക്കിയിട്ട് അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് ജോലികൾ ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് എന്റെ ഒരു പടം ഹിറ്റായി. അത് കഴിഞ്ഞ് രണ്ടാമത് ഒരു പടം കൂടി ഹിറ്റായി. അതിനുശേഷം സിനിമയിൽ സണ്ണി ഡിയോൾ അതിൽ അഭിനയിച്ചിരുന്നു. താങ്കൾക്ക് ചാൻസ് കിട്ടിയില്ലായിരുന്നേ താങ്കൾ കാനഡയിൽ തന്നെ കണ്ടേനെ അല്ലേ? അതെ, അത് സത്യമാണ്. ഈ പടം ഓടിയതും ഞാൻ എന്റെ ഫ്രണ്ടിനോട് ഓപ്പണായി പറഞ്ഞു, ഈ പടം നന്നായി പോകുന്നുണ്ട്, ഞാൻ തിരിച്ചു പോവാന്ന്. അങ്ങനെ പറഞ്ഞു ഞാൻ തിരിച്ചു വന്നു. അദ്ദേഹവും സമ്മതിച്ചു. വർഷക്കാലം താങ്കൾ കാനഡ സിറ്റിസനായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അതെ, ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചതുമില്ല, അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചതുമില്ല. അതായത് ഞാനൊരു ഇന്ത്യനാണ്. നമ്മുടെ നാട്ടിലുള്ളവര് പുറം രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നില്ലേ? ഞാൻ ജോലി ചെയ്യാൻ വേണ്ടി പോയതാണ്. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ജോലി ചെയ്തതുകൊണ്ട് അവിടുത്തെ പാസ്പോർട്ട് എനിക്ക് കിട്ടി. അതിനുശേഷം ഞാൻ തിരിച്ച് ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞ പിന്നെ ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചതേയില്ല. അത് കഴിഞ്ഞ് ഞാൻ ട്വിറ്ററിൽ വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഒരുപാട് പേര് എഴുതിയിരുന്നു, ഫാൻസ് എഴുതിയിരുന്നു ഉടൻ തന്നെ മാറ്റണമെന്ന്. അതിനുശേഷം അപ്ലൈ ചെയ്ത് മാറ്റുകയും ചെയ്തു. അപ്പോൾ ഉണ്ടായിരുന്നവർ പറഞ്ഞിരുന്നു ഈ ടാക്സ് ഒക്കെ കെട്ടാതിരിക്കാൻ വേണ്ടി പാസ്പോർട്ട് കാനഡ ആണെങ്കിൽ പോലും യു ഹാവ് ടു പേ യുവർ ടാക്സസ്. ഏത് സോഴ്സിൽ നിന്നാണ് ഏൺ ചെയ്യുന്നത് അത് നിങ്ങൾ അടച്ചേ പറ്റൂ. സോ മൈ സോഴ്സ് വാസ് ഹിയർ. ഞാൻ എന്റെ ടാക്സ് അടച്ചിട്ടുണ്ട്. ഇത് തെറ്റായ ഒരു കാര്യമാണ്. ആ സമയത്ത് എന്റെ കാനഡിയൻ പാസ്പോർട്ട് വെച്ച് ഞാൻ എന്റെ ടാക്സ് അടച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനാണ് ഹയസ്റ്റ് ടാക്സ് പെയർ. ഇപ്പൊ താങ്കൾ പ്രോപ്പറായിട്ട് ഇന്ത്യൻ സിറ്റിസനായി മാറിക്കഴിഞ്ഞു. കറക്റ്റാണ്. 2 വർഷം മുമ്പ് തൊട്ട്. അതിനു മുമ്പ് തന്നെ ഞാൻ ഇന്ത്യനാണ്. ഞാൻ എങ്ങോട്ടും ഓടിപ്പോയിട്ടില്ല. ഞാൻ ഉറപ്പിച്ചു പറയാണ്, ആ സമയത്തും മൊത്തം ടാക്സും ഇന്ത്യയിലാണ് അടച്ചുകൊണ്ടിരുന്നത്. കാനഡയിൽ ഞാൻ 1 പൈസ പോലും ടാക്സ് ആയി അടച്ചിട്ടില്ല. ഇതാണ് യാഥാർത്ഥ്യം.
ഇപ്പൊ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്ത്യൻ സിറ്റിസനായ അക്ഷയ് കുമാറിനോട് അടുത്ത ചോദ്യം നമുക്ക് ചോദിക്കാം. ഇതൊക്കെ ഞാൻ പഠിച്ചു. കാരണം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ എടുക്കണമെങ്കിൽ ചില നെർവ്സ് പ്രസ് ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ വിചാരിച്ചാൽ നിങ്ങളുടെ വാച്ചും എനിക്ക് ഊരിയെടുക്കാൻ പറ്റും. ഞാൻ വിചാരിച്ച ആരുടെ വാച്ച് വേണമെങ്കിലും എനിക്ക് എടുക്കാൻ പറ്റും. പക്ഷേ വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി സൂപ്പർ സ്റ്റാർ അക്ഷയ് കുമാറാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ സൂപ്പർ സ്റ്റാർ അക്ഷയ് കുമാറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം എല്ലാവരെയും കളിയാക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഈ കളിയാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഫ്രഷ് ആയിട്ടുള്ള ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ താങ്കളുടെ പുതിയ സിനിമ ജോളി LLB 3. ഈ സിനിമയിൽ താങ്കൾ കറുപ്പ് കോട്ടിനെക്കുറിച്ച്, വക്കീലന്മാരെക്കുറിച്ച്, അവരുടെ അട്ടയറിനെക്കുറിച്ച്, കൂടുതൽ പറയുകയാണെങ്കിൽ ജഡ്ജിമാരെ പോലും താങ്കൾ കളിയാക്കിയിരിക്കുകയാണ്. അതായത് ഒരു കാര്യം പറയാം, ജുഡീഷ്യറിയെ വളരെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ. ആ സിനിമയുടെ കാര്യമെടുത്താൽ അങ്ങനെയാണ് അതിൽ കാണിക്കുന്നത്. നമ്മളും കണ്ടിട്ടുണ്ട്, ചില ലോയർ കോടതികളിൽ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. സോ അതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, അതായത് യഥാർത്ഥ ജീവിതത്തിൽ നിന്നും എടുത്തതാണ്. സുഭാഷ് കപൂർ, ഞങ്ങളുടെ റൈറ്റർ ഡയറക്ടർ, അദ്ദേഹം അങ്ങനെയാണ് ഇത് തയ്യാറാക്കിയത്. ഇപ്പോ യഥാർത്ഥ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പാവം പിടിച്ച വക്കീൽ, ജയിച്ച വലിയൊരു എമൗണ്ട്, തോറ്റുപോയ അപ്പീൽ. അദ്ദേഹത്തെ കണ്ടോ? അദ്ദേഹത്തിന് മൈക്ക് കൊടുക്കൂ. ബ്രേക്ക് സമയത്ത് ഇദ്ദേഹം ഒരു വക്കീലാണെന്ന് എന്നോട് പറഞ്ഞു. ശരി, നിങ്ങൾ പറയൂ, ഈ ലൈനിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? താങ്കൾ പറഞ്ഞിരുന്നു ജയിച്ചാൽ വലിയ തുക കിട്ടും, ഇനി അഥവാ തോൽക്കുകയാണെങ്കിൽ ഹൈക്കോർട്ട്, അടുത്ത അപ്പീൽ. അദ്ദേഹത്തോട് ഞാൻ എന്തെങ്കിലും കാലാവധി കഴിഞ്ഞ വക്കീൽമാരുടെ അവസ്ഥ അങ്ങനെ ആയിരിക്കും. ഈ ഒരു അവസരം തന്നതിന് താങ്ക് യു സോ മച്ച് സർ. ചില ലോയേഴ്സ് ഈ സിനിമ ബാൻ ചെയ്യാൻ പറഞ്ഞ് കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും ചെയ്യരുത്. ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും ചെയ്യരുത്. എൻഡ് ഓഫ് ദി ഡേ ഒരു സിനിമ മാത്രമാണ് ഇത്, വെറും സിനിമയാണ്, സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഇതിന്റെ കോൺസെപ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫാർമേഴ്സിന്റെ കഥയാണ്. അതുകൊണ്ട് സിനിമ കാണുക, അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് പാർട്ട് 1ലും അങ്ങനെയാണ് കാണാൻ കഴിയുക. പിന്നെ റിട്രാക്റ്റായി പാർട്ട് 2ലും അതാണ് സംഭവിച്ചത്, റിട്രാക്റ്റായി. സാരമില്ല. അക്ഷയ്, ഞാൻ ഈ സിനിമ കണ്ടിരുന്നു. അതായത് ജഡ്ജി പറയുകയാണ്, വക്കീൽ സാർ പാന്റ് മാറുന്നത് കൊണ്ട് വാദങ്ങൾ മാറുന്നില്ലെന്ന്. ജഡ്ജി സാറ് പറയുന്നത് എനിക്ക് തടയാനാവില്ല. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എനിക്കൊരിക്കലും തടയാനാവില്ല. അത് എനിക്കറിയില്ല. അതായത് ആ സീൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ആ സിനിമ കണ്ടതാണല്ലോ. ആ സീൻ അങ്ങനെയാണ് ഉള്ളത്. ആൻഡ് ദാറ്റ് ഈസ് ഹൗ ഹി വാസ് ടോക്കിംഗ്. ആൻഡ് ഞങ്ങൾ ഷൗരവ് ശുക്ലാജിയുടെ ക്യാരക്ടർ അങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെയാണ് ഡയലോഗ് ഡെലിവർ ചെയ്യുക. താങ്കൾ അദ്ദേഹം പറയുന്നത് പ്രയോജനപ്പെടുത്തി എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ആ വാഗ്വാദം തടഞ്ഞു നിർത്തുകയാണ്. താങ്കളൊരു കാര്യം ചെയ്യൂ രജി സാർ, മൊത്തം സിനിമയുടെ കഥയും ഇവിടെ പറയൂ, മുഴുവൻ കഥയും പറഞ്ഞു കൊടുക്കൂ. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇത് അക്ഷയുടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സിനിമയാണ്. അതിൽ വളരെ നല്ലൊരു മെസ്സേജാണ് താങ്കൾ നൽകിയിരിക്കുന്നത്. പക്ഷെ താങ്കളുടെ ഈ കോമഡി കാണിക്കുന്ന കാര്യങ്ങൾ സിനിമയിൽ മാത്രമല്ല, സെറ്റിലും നടക്കുന്നുണ്ട്. സാറ അലി ഖാൻ പറഞ്ഞിരുന്നു താങ്കൾ അവർക്ക് പ്രസാദമെന്ന് പറഞ്ഞ് വെളുത്തുള്ളി നൽകിയെന്ന്. ആയിരിക്കാം. അതായത് കോമഡി എന്ന് പറയുന്ന ഒരു നല്ല കാര്യം തന്നെയാണ്. ഇതിനു മുമ്പ് താങ്കൾ എന്നോട് ചോദിച്ചു, അതായത് ഹൗ ഡു ഐ കീപ് മൈസെൽഫ് ഫിറ്റ് ആൻഡ് യങ്. ആൻഡ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചിരിക്കുക എന്നത്. ചിരിക്കുന്നത് വളരെ വലിയൊരു കാര്യമാണ്. കോമഡി വളരെ പ്രധാനമാണ്. പക്ഷേ ആ ഹാസ്യം ആരെയും ഒരിക്കലും ബാധിക്കാൻ പാടില്ല, അതാരും തെറ്റിദ്ധരിക്കാനും പാടില്ല. അതായത് ഞാൻ വെളുത്തുള്ളിയല്ലേ കഴിക്കാൻ കൊടുത്തത്, വെളുത്തുള്ളിയാണ് കഴിക്കാൻ കൊടുത്തത്. അത് അവരുടെ ഹെൽത്തിനും വളരെ നല്ലതാണ്. അതുമല്ല, എന്റെ അഗനിസ്റ്റായിട്ടാണ് അടുത്ത സീൻ അവർക്കുണ്ടായിരുന്നത്. ഒരുപക്ഷെ വായിൽ നിന്ന് വെളുത്തുള്ളിയുടെ മണമോ നാറ്റമോ വന്നാൽ അത് എന്റെ നേരെ ആയിരിക്കുമല്ലോ, അത് സാരമില്ല. താങ്കളുടെ കോമഡിയെക്കുറിച്ച് അമിതാഭ് ബച്ചനും പറഞ്ഞിട്ടുണ്ട്, ഒരുപക്ഷെ സെറ്റില് അക്ഷയ്ക്ക് കൈ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മോതിരവും വാച്ചും ഇതെല്ലാം മറന്നേക്കണമെന്ന്. അതെ, ഞാൻ അമിതാഭ് സാറിന്റെ വാച്ച് ഞാൻ എടുത്തിരുന്നു. അതെ, അത് എനിക്കറിയാം. മറ്റുള്ളവരുടെ വാച്ചുകളെല്ലാം അവരറിയാതെ എങ്ങനെയാണ് എടുക്കുക എന്ന് എനിക്കറിയാം. അത് ഞാൻ പഠിച്ചു. അതായത് അത് അങ്ങനെ എടുക്കണമെങ്കിൽ ചില നെർവ്സ് പ്രസ് ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ വിചാരിച്ചാൽ നിങ്ങളുടെ വാച്ചും എനിക്ക് ഊരിയെടുക്കാൻ പറ്റും. ഞാൻ വിചാരിച്ച ആരുടെ വാച്ച് വേണമെങ്കിലും എനിക്ക് എടുക്കാൻ പറ്റും.
പക്ഷേ ഞാനിത് ഒരിക്കലും ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് ഉപയോഗിച്ചിട്ടില്ല. എടുത്ത പോലെ തന്നെ അവർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. എപ്പോഴെങ്കിലും താങ്കളുടെ ഭാര്യയുടെ വാച്ച് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ ഞാൻ ചെയ്യാൻ ശ്രമിച്ചാൽ എൻ്റെ ജീവിതം തന്നെ അവരില്ല. പക്ഷെ ചില സമയങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് താങ്കൾ അവരെ പോലും വെറുതെ വിടില്ല. അവർ ഫിലിം സെറ്റിലേക്ക് വരില്ല, അവർക്ക് സിനിമ ഇഷ്ടമല്ല. കാരണം 12-11 പടം ഫ്ലോപ്പായെന്ന് താങ്കൾ പറഞ്ഞിരിക്കുകയാണ്. അതെ, സത്യമാണ്. അവർ തന്നെ എന്നോട് പറയാറുണ്ട്. അതായത് ജീവിതത്തിൽ 12 സിനിമകൾ ചെയ്തപ്പോൾ അതിൽ ഒരെണ്ണമാണ് ഓടിയത്. ആക്ച്വലി അവര് റൈറ്റർ ആകണമെന്നാണ് ആഗ്രഹിച്ചത്. ഷീ വാണ്ടഡ് ടു ബി എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആൻഡ് ചെറുപ്പം തൊട്ടേ വളരെ ഇന്റലിജന്റ് ആണ്. അവർക്ക് സിനിമയിലൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. സാഹചര്യം ഒത്തുവന്നപ്പോൾ എൻറ്റർഡ് ഇൻ ദ ഇൻഡസ്ട്രി ആൻഡ് പിന്നത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ അവരുടെ ഒരു സിനിമ അമീർ ഖാനൊപ്പം ഉണ്ടാവേണ്ടതായിരുന്നു. പടത്തിന്റെ പേരെന്താന്ന് വെച്ചാൽ ബേല. പക്ഷേ വി വെർ ഹാവിംഗ് അതിനു മുമ്പ് ഞങ്ങൾ പ്രണയത്തിലായിരുന്നു. ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കി പുറത്ത് കറങ്ങാൻ തുടങ്ങി. ആൻഡ് അപ്പോ ഞാൻ അവരോട് പറഞ്ഞു ലെറ്റ്സ് ഗെറ്റ് മാരീഡ്. പക്ഷേ അവർക്ക് അതിൽ താല്പര്യമില്ലായിരുന്നു, വിവാഹത്തിൽ. സോ അപ്പോൾ അവരെന്താ പറഞ്ഞെന്ന് വെച്ചാ ഞാൻ വിവാഹം കഴിക്കാം, പക്ഷേ ഈ ബേല സിനിമ ഓടിയില്ലെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാം. അപ്പോൾ ആ സിനിമ എല്ലായിടത്തും വളരെ വലിയ രീതിയിൽ, കാരണം അത് അമീർ ഖാന്റെ സിനിമയാണല്ലോ, ധർമ്മേഷ് ദർശൻ ഡയറക്ടർ, ആ സിനിമ എന്തായാലും ഓടും. പക്ഷേ സംഭവിച്ച എന്താന്ന് വെച്ചാൽ എനിക്ക് ലക്കുണ്ട്. സോറി അമീർ ഖാൻ സാർ, നിങ്ങളുടെ ആ സിനിമ ഓടിയില്ല. അതുകൊണ്ട് എന്റെ കല്യാണം നിങ്ങളുടെ ദയവിലാണ് നടന്നത്. അപ്പോൾ എവിടെയെങ്കിലും ആരെങ്കിലും ഫെയിൽ ആകുകയാണെങ്കിൽ അതിന്റെ പ്രയോജനം താങ്കൾക്കായിരിക്കും. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഫലം ഉണ്ടാവുമല്ലോ. അതായത് ഏതെങ്കിലും ഒരു ബിസിനസ്മാൻ അദ്ദേഹത്തിന്റെ ബിസിനസ് ലോസ് ആയാൽ, ഫ്ലോപ്പ് ആയാൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഗുണമുണ്ടാവും. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് സാധാരണ. വിവാഹം വളരെ സീക്രട്ട് ആയിട്ടാണ് നടത്തിയെന്നാണ് ഞാൻ അറിഞ്ഞത്. അല്ലല്ല, രഹസ്യമായിട്ടൊന്നുമല്ല. ആരോടും പറഞ്ഞില്ലെന്നാണ്. അല്ല, ആരെയും വിളിച്ചില്ല, അതാണ് സത്യം. ആരെയും ക്ഷണിച്ചില്ല, ആരോടും പറഞ്ഞതുമില്ല. ഞാൻ വൈകിട്ട് 6 മണിവരെ ഷൂട്ടിങ്ങിലായിരുന്നു. ആൻഡ് അവരും ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നു. ആൻഡ് വി ഹാവ് കെപ്റ്റ് എൻ്റെ സുഹൃത്തിൻ്റെ ടെറസിൽ ഞങ്ങൾ വിവാഹം കഴിച്ചു. അമീർ ഖാൻ പറഞ്ഞിരുന്നു താങ്കളുടെ വൈഫ് അദ്ദേഹത്തോട് വേഗം വാ, എനിക്ക് കല്യാണം നടക്കാൻ പോയാണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ഏതോ സ്വപ്നത്തിലാണെന്നാണ് അദ്ദേഹം കരുതിയത്. അതങ്ങനെയാണ്. കല്യാണം എന്ന് പറയുന്നത്, അഫെയർ എന്ന് പറയുന്നത്, അതൊക്കെ പെട്ടെന്ന് സംഭവിക്കും. അതിനെന്തോ ഒരു പട്ട്മംഗനി, പെട്ടെന്ന് നിശ്ചയം, ചട്ട്മംഗനി, പട്ട്മംഗനി. ഇക്കാര്യം സത്യമാണോ? താങ്കളുടെ ഭാര്യ കുറച്ച് കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു കോഡ് വേർഡ് താങ്കൾ വെച്ചിട്ടുണ്ടോന്നുള്ള കാര്യം? കണ്ണാടി വെക്കും. അതായത് ഇതൊന്നും എല്ലാവരോടും പറയാൻ പറ്റില്ല. പിന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ചോദിച്ചുകൊണ്ട് പറയാം. ഞങ്ങൾക്കൊരു കോഡ് വേർഡ് ഉണ്ട്. എനിക്ക് എപ്പോൾ തോന്നുന്നോ ആ സമയത്ത് എൻ്റെ വൈഫ്, അതായത് പാട്ടേന്ന് എന്തേലും പറയും. ദർ ഇസ് നോ ഫിൽറ്റർ. ഒരിക്കൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ആദ്യമായി ഞാൻ അവരെ ഒരു സിനിമയ്ക്ക്, ഒരു ട്രയൽ ഷോയ്ക്ക് കൊണ്ടുപോയിരുന്നു. അതായത് ആ ട്രയൽ ഷോയിൽ രജത് സാർ, അന്ന് അതിൻ്റെ പ്രൊഡ്യൂസറും ഉണ്ടായിരുന്നു. അദ്ദേഹം പടം കഴിഞ്ഞ് ചോദിച്ചു, പടം എങ്ങനെയുണ്ട് മാഡം എന്ന്. അവര് പറഞ്ഞു ഇറ്റ്സ് എ ഷിറ്റ് മൂവി. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു. ഞാൻ വിചാരിച്ചു തീർന്നു, ഇനി ഒരിക്കലും അദ്ദേഹം എന്നെ പടത്തിൽ അഭിനയിക്കാൻ വിളിക്കില്ല. അത് കഴിഞ്ഞ ഉടനെ ഞാൻ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. യു ക്യാൻ ബി ഡിപ്ലോമാറ്റിക്, നോ? ഐ ആം ലൈക്ക് ദിസ്. ഞാൻ കറുത്ത നിറം കറുത്താണെന്നേ പറയൂ, വെള്ള നിറത്തെ വെള്ളയാണെന്നേ പറയൂ. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നീട് ഞാൻ കുറേ കാര്യങ്ങൾ കുറേശ്ശെയായി പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ പിന്നെ അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ കൂടുതൽ സംസാരിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ എന്നോട് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞാൽ മതി, ട്വിങ്കിൾ കണ്ണാടി ഇട്ടോന്ന്. സോ ഇതാണ് കാര്യം. ഞാനും ഇത് താങ്കളുടെ അടുത്തുനിന്ന് പഠിക്കണം, കാരണം എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം ഇനി എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിങ്ങളും പറയൂ, നിങ്ങളുടെ കോഡ് വേർഡ് എന്താ? അത് കുറച്ച് രഹസ്യമായിട്ട് വേണം ഞാൻ പറയാൻ, കാരണം അവരാണ് ഡയറക്ടർ, അത് കണ്ടുപിടിക്കും. ശരി, ഓക്കെ. ഓഡിയൻസിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്റെ ചോദ്യം എന്താണെന്നാൽ, നിങ്ങളുടെ വൈഫിനെ നോക്കിയാൽ ഈ കാലത്തിലുള്ള ആളാണ്, വളരെ വെസ്റ്റേണൈസ്ഡ് ആണ്. അപ്പൊ ഞാനൊരു പഴഞ്ചനാണെന്നാണോ പറയുന്നത്? യെസ് സർ, ഓഫ് കോഴ്സ്. പക്ഷേ നിങ്ങളൊരു പക്ക ഇന്ത്യൻ ആണ് ഓ, സർ. ഇന്ത്യനോ? ആക്ച്വലി അവർ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും
ടേസ്റ്റ് വളരെ ഡിഫറൻ്റ് ഷീ ആണെന്ന്. തിങ്ക് ലെഫ്റ്റ് ആൻഡ് ഐ തിങ്ക് റൈറ്റ്. കംപ്ലീറ്റ്ലി ഞങ്ങൾ രണ്ടുപേരും ഡിഫറൻ്റ് ആണ്. യു ആർ ഓൾവേസ് റൈറ്റ്. ആ യു ആർ ഓൾവേസ് റൈറ്റ്. ഐ എം ഓൾവേസ് റൈറ്റ്. അല്ലല്ല, അങ്ങനെയൊന്നുമില്ല. ലെഫ്റ്റ് പേഴ്സൺ ഷീ ഈസ് റൈറ്റ് ഫോർ മീ, മൈ വൈഫ് ഈസ് ഓൾവേസ് റൈറ്റ്. So, so പക്ഷേ ഞങ്ങൾക്കിടയിൽ ഒരു കാര്യം കോമൺ ആണ്. അതായത് ഞങ്ങൾ രണ്ടുപേരും നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കണമെന്ന് ആഗ്രഹിക്കും. സോ ദാറ്റ് ഹാസ് മെയ്ഡ് ഓൾ ലൈഫ് വെരി സിമ്പിൾ. അവർക്കും സിനിമ കാണുന്നത് ഇഷ്ടമാണ്, എനിക്കും സിനിമ കാണുന്നത് ഇഷ്ടമാണ്. അവർക്ക് പാർട്ടിയിൽ പങ്കെടുക്കുന്നതൊന്നും ഇഷ്ടമല്ല, എനിക്കും അതുപോലെ തന്നെ ഇഷ്ടമല്ല. സോ ഇതുപോലെയുള്ള ചില കാര്യങ്ങളിൽ വളരെ മാച്ചാണ്. അതായത് ഇങ്ങനെ എടുക്കാം, നമുക്ക് 20% മാച്ചാണ്, 80% മാച്ച് അല്ല. പക്ഷേ ആ 20% വളരെ സ്ട്രോങ് ആണ്. അതാണ് 80%നെ പിടിച്ചു നിർത്തുന്നത്. ഇക്കാര്യം സത്യമാണോ? അതായത് നിങ്ങൾ രണ്ടുപേരും ഒരു സിനിമ കാണാനിരിക്കുകയാണെങ്കിൽ ഹൊറർ ഫിലിം ആയിരിക്കും കാണുന്നത്? അതെ, സത്യമാണ്. ഞങ്ങൾ രണ്ടുപേർക്കും ഹൊറർ സിനിമ കാണുന്നത് വളരെ ഇഷ്ടമാണ്. ഹൊറർ സിനിമകൾ അവർ എപ്പോഴും എൻ്റെ കൂടെ കാണാനാണ് ഇഷ്ടപ്പെടുക. കാരണം അവർക്ക് പേടിയാണ്. പക്ഷെ എന്നാലും കാണും. പക്ഷേ എൻ്റെ കൂടെ ഇരുന്ന് മാത്രമേ കാണാറുള്ളൂ. നിങ്ങൾ ചോദ്യം ചോദിക്കാൻ പോകണം. ഞാനൊരു വീഡിയോ നോക്കി, സോഷ്യൽ മീഡിയയിൽ അത് വളരെ വൈറലായിരുന്നു. നിങ്ങൾ എവിടെയോ പുറത്തേക്ക് പോയപ്പോൾ ഒരു ഫാൻ വന്ന് നിങ്ങളെ വീഡിയോ എടുക്കുന്നു. നിങ്ങൾ അദ്ദേഹത്തോട് ദേഷ്യപ്പെട്ടു. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത്? അല്ല, ഞാൻ ദേഷ്യപ്പെടുമൊന്നുമില്ല. എനിക്ക് അത്ര പെട്ടെന്ന് ദേഷ്യം വരില്ല. ഐ വാസ് ജസ്റ്റ് ആസ്കിങ് ഹിം, റിക്വസ്റ്റിംഗ് ഹിം. നോക്കുമ്പോൾ ഞാൻ ഷോർട്സ് ആയിട്ടിരിക്കുന്ന വീഡിയോ എടുക്കില്ലേ എന്ന് പറഞ്ഞു. പക്ഷേ അവനത് കേട്ട ഭാവം നടിച്ചില്ല. ശരി, ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് അവിടുന്ന് പോയി. ബട്ട് ചില സന്ദർഭങ്ങളിൽ അങ്ങനെയൊക്കെ സംഭവിക്കും. അതായത് നമ്മൾ അബ്രോഡിലോ മറ്റെവിടെയെങ്കിലും പോയാൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അത് സാധാരണയാണ്. കാരണം യു ആർ എ പബ്ലിക് പ്രോപ്പർട്ടി, ഐ എം എ പബ്ലിക് പ്രോപ്പർട്ടി. ആരെങ്കിലും വന്ന് എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചാൽ അവരോട് റിക്വസ്റ്റ് ചെയ്യാനേ പറ്റൂ, ഫോട്ടോ എടുക്കല്ലേ എന്ന്. ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. നമ്മൾ പറഞ്ഞത് അവർ കേട്ടില്ലെങ്കിൽ ഞാൻ പിന്നൊന്നും പറയാൻ നിൽക്കില്ല. എടുത്തോ, നിന്റെ ഇഷ്ടം, നിന്റെ ഫോൺ, ആയിക്കോട്ടെ. പിന്നെ താങ്കളെക്കുറിച്ച് ധാരാളം മീംസ് ഒക്കെ വരുന്നുണ്ട്. മീംസിന്റെ കാര്യത്തിൽ ഞാൻ വലിയ ആള് തന്നെയാ. ചിലതൊക്കെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. ഞാൻ വ്യൂവേഴ്സിനെ കാണിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഒന്നൊന്നായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് ചോദിക്കാൻ പോവുകയാണ്. അതായത് സൽമാനൊപ്പം താങ്കളുടെ ഒരു മനോഹരമായ ഫോട്ടോയുണ്ട്. അദ്ദേഹത്തിനോട് പറയുകയാണ്, ഒരു പെണ്ണ് പോയാൽ എന്താ? പബ്ലിക്കാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. അതായത് ആ സിനിമയിൽ ഞങ്ങൾ അഭിനയിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭാവിയിൽ ഇത് മീംസായി വരുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇതൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. അതങ്ങനെ സംഭവിച്ചുപോയി. അതിനെക്കുറിച്ച് ഞാനെന്ത് പറയാനാണിപ്പോൾ? പക്ഷെ ആ ക്രിയേറ്റിവിറ്റി വളരെ മനോഹരമാണ്. അതിൽ താങ്കളുടെ പകുതി ഡയലോഗ് എടുത്തിട്ട് അവരുടെ പകുതി ഡയലോഗ് അതിൽ ചേർക്കും. താങ്കളുടെ മുഖം ശരിയല്ലെന്ന് വെച്ചുകൊണ്ട് മറ്റുള്ളത് അതിൽ ആഡ് ചെയ്തു. അല്ലല്ല, ഫുൾ ഡയലോഗ് എന്റെയാ. എന്റെ ഡയലോഗാണ് രജിത് സാർ. മുഖം ശരിയല്ലെങ്കിലും നേരെ സംസാരിക്കാൻ. അത് സിനിമയിലുള്ള എന്റെ ഡയലോഗാണ്. 2 പടത്തിൽ ഇതേ ഡയലോഗ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഡയലോഗൊക്കെ താങ്കൾ തന്നെയാണോ എഴുതുന്നത്? അതെ, ഞാൻ ഡൽഹിക്കാരനാ. ഇതുപോലുള്ള ഡയലോഗൊക്കെ എനിക്ക് നല്ല വശമാണ്. ഇതൊക്കെ ഞങ്ങള് സാധാരണ പറയുന്ന കാര്യങ്ങളാ. അതായത് മുഖത്ത് നല്ല വെളിച്ചമുണ്ടല്ലോ, എന്ന് കുളിച്ചോന്ന് ചോദിക്കും. അതായത് ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വന്നോളും. ഇറ്റ്സ് ജസ്റ്റ് കംസ് ഔട്ട്. ഹോണസ്റ്റ് വൺ. മറ്റു പലതും ഞാൻ വായിച്ചിരുന്നു. അതായത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പേടിച്ചെന്ന് നീ കരുതിയാൽ അത് നിനക്ക് വലിയ ആപത്താണെന്ന്. ഇത് ഞാൻ എപ്പോഴാ പറഞ്ഞേ? ഏത് സിനിമയിലാ? ഓ, റൗഡി റാത്തോഡ്. മറന്നുപോയി. അതായത് ജോളി ഫസ്റ്റ് പാർട്ടിൽ അതിൽ താങ്കളുടെ ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ, അഹങ്കാരം എന്നുള്ള പൊടി നിന്റെ പുറകിൽ വെച്ച് കെട്ടുമെന്നാണ്. ഇതെല്ലാം കോമൺ ആയിട്ട് പറയുന്നത് തന്നെയല്ലേ, പുതിയതായിട്ടൊന്നുമില്ലല്ലോ. പുറകിന്ന് ഒറ്റ വീക്ക് വെച്ചെന്നാലുണ്ടല്ലോ എന്ന് പറയുന്നത്. ഇതൊക്കെ സാധാരണ പറയുന്നതാ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതായത് ഇറ്റ് ഈസ് ദ ക്യാരക്ടർ വിച്ച് ഈസ് ടോക്കിംഗ്. ഞാൻ അങ്ങനെയൊന്നും പറയുന്ന ആളല്ല. എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. ഈ ക്രിയേറ്റിവിറ്റി ആക്ച്വലിയിൽ താങ്കളുടേതാണോ ഈ ഡയലോഗെല്ലാം? ചിലത് എൻ്റേതായിരിക്കും, ചിലത് റൈറ്ററുടെയോ അല്ലെങ്കിൽ ഡയറക്ടറുടെയോ ആയിരിക്കും. സോ ചിലതൊക്കെ കൂട്ടായ്മയായിരിക്കും. താങ്കൾ ചോദിക്കുന്നു, എൻ്റെ ഉറക്കം കളഞ്ഞത് ആരാണ്? അതിനവർ പറയുന്നു വാട്സപ്പ്, ഇൻസ്റ്റ ആൻഡ് ഫേസ്ബുക്ക് എന്ന്. അതെ. അതായത് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ കൊണ്ട് ഉറക്കം നഷ്ടപ്പെടുമോ?
അല്ല, ഞാൻ സോഷ്യൽ മീഡിയ അധികമൊന്നും കാണാറില്ല. പക്ഷേ എന്നുവെച്ച് ഐ തിങ്ക് ശരിക്കും പറഞ്ഞാൽ ചില സമയത്തൊക്കെ ഫോൺ നോക്കാറുണ്ട്. അതായത് ഒരു 15 മിനിറ്റൊക്കെ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യും. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതായത് ഈ മീംസ് കാണുന്നവരുണ്ടല്ലോ, ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് 4, 5, 6 മണിക്കൂറൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് ഐ ഹാവ് സീൻ, ലെറ്റ് മീ ജസ്റ്റ് ടെൽ യു, ഇവിടെ ധാരാളം യങ്സ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ആരെയും ഉപദേശിക്കാൻ വരുമൊന്നുമല്ല, പക്ഷേ ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ എഫക്റ്റ് ആവും. ദിസ് ബോൺ, ബിക്കോസ് നിങ്ങളെപ്പോഴും താഴേക്കല്ല നോക്കിയിരിക്കുന്നത്. അതായത് ഇവിടെ ഒരുപാട് പേർക്ക് ഒരു ഹമ്പുണ്ടാവും ഇവിടെ. സോ അത് ശരിക്കും ആക്ച്വലി നല്ലതല്ല. സോ നിങ്ങളോടുള്ള എൻ്റെ റിക്വസ്റ്റ് എന്താന്ന് വെച്ചാൽ, അധിക സമയം ഫോൺ യൂസ് ചെയ്യരുത്. സോഷ്യൽ മീഡിയയിൽ അത്രയും സമയം കണ്ടോളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് കുറച്ചു നേരം കണ്ടോളൂ, പക്ഷേ അതിനായി കുറച്ച് സമയം കണ്ടെത്തൂ. ഞാൻ എൻ്റെ മക്കളോടും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ മോൾക്ക്, അവൾക്കൊരു ടൈമറുണ്ട്, ഇത്ര സമയത്തിൽ കൂടുതൽ കാണാൻ പാടില്ലെന്ന്. അതായത് ശരിക്കും ഹോണസ്റ്റ്ലി ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അതായത് അവർ എപ്പോഴും ഇൻഡോറിൽ തന്നെയാണ് കഴിയുക ഇത് നോക്കിക്കൊണ്ട്. ഔട്ട്ഡോറിലേക്ക് കളിക്കാൻ പോലും പോകുന്നില്ല. ഇപ്പോൾ ഔട്ട്ഡോർ ഗെയിംസ് ഒക്കെ വളരെ കുറഞ്ഞു പോയിരിക്കുന്നു. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ അക്ഷയ് കുമാറിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ താഴെ ഇട്ടാൽ അത് എന്റെ തെറ്റല്ല. നിങ്ങൾ താഴെ ഇടില്ല സർ. നോക്കാം. റെഡിയല്ലേ? വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി സൂപ്പർ സ്റ്റാർ അക്ഷയ് കുമാറാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ സൂപ്പർ സ്റ്റാർ അക്ഷയ് കുമാറിന്റെ മേലുള്ള കുറ്റാരോപണം, ഇദ്ദേഹം ആവശ്യത്തിൽ കൂടുതൽ റിസ്ക് എടുക്കുന്നു എന്നുള്ളതാണ്. അക്ഷയ്, താങ്കളുടെ ഫാൻസിന് എല്ലാവർക്കും താങ്കളുടെ അടുത്ത് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് താങ്കളുടെ ആക്ഷൻ റോൾ. അവര് പ്രതീക്ഷിക്കുന്നത് താങ്കൾ ഹെലികോപ്റ്ററിൽ നിന്ന് ചാടുന്നത്, കൈ കാണിച്ച ട്രക്ക് അങ്ങനെ തന്നെ നിൽക്കണം, മിഷൻ ഗൺ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യണം, ഇങ്ങനെയൊക്കെയാണ് അവർ താങ്കളെ എൻജോയ് ചെയ്യുന്നത്. പക്ഷെ താങ്കൾ അതെല്ലാം ഉപേക്ഷിച്ച് മറ്റൊരു സൈഡിലേക്കാണല്ലോ പോകുന്നത്. അല്ല, എല്ലാ കാര്യത്തിലും എന്നെ ഇഷ്ടമാണ്. ഞാൻ കോമഡി ചെയ്തിട്ടുണ്ട്. കോമഡി ഇഷ്ടമാണല്ലോ അല്ലേ? ആക്ഷൻ ഇഷ്ടമാണോ? സോഷ്യൽ മൂവീസ്? പറയൂ. കോമഡി നേരത്തേക്കാളും കോമഡി വളരെ നന്നായിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. പക്ഷെ താങ്കൾ എങ്ങനെയുള്ള സിനിമയാണ് അഭിനയിക്കുന്നത്? താങ്കൾ ടോയ്ലറ്റ് പോലുള്ള സിനിമയാണ് അഭിനയിക്കുന്നത്. ടോയ്ലറ്റിനെ കുറിച്ച് സിനിമ എടുക്കുന്നത് തീർച്ചയായും നല്ല കാര്യമാണ്. കാരണം അതായത് നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഈ സ്ക്രിപ്റ്റ് 5 വർഷമായി ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ കറങ്ങി വരാൻ തുടങ്ങിയിട്ട് ആരും താല്പര്യപ്പെട്ടില്ല. അത് എന്റെ കണ്ണിപ്പെട്ടതും ഞാനിത് ചെയ്യാമെന്ന് പറഞ്ഞു. ഈ പടത്തിന്റെ ടൈറ്റിൽ ടോയ്ലറ്റ് പ്രേം കഥ. ഇത് ആരും ചെയ്യാൻ താല്പര്യപ്പെട്ടില്ല. അതായത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയൊരു പ്രോബ്ലം ഉണ്ട്. സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് പാടത്തേക്കൊക്കെ പോകേണ്ടി വരും. ആൻഡ് യു ക്യാൻ ഇമാജിൻ, ഒന്നുകിൽ അവർ വളരെ നേരത്തെ പോകണം, അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് പോകണം, അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവൻ അവർ ടോയ്ലറ്റിൽ പോകാതെ അത് നിയന്ത്രിച്ചു നിർത്തണം. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സ്ത്രീകൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട്. സോ അതുകൊണ്ട് എൻ്റെ ഒരു പങ്ക് ഇതിൽ ഉണ്ടാവണമെന്ന് ചിന്തിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ കമ്പനിയിൽ തന്നെ ആ സിനിമ എടുത്തു. അത് കഴിഞ്ഞ് സാനിറ്ററി പാഡ് എന്നൊരു സിനിമ എടുത്തു, പാഡ്മാൻ എന്ന പേരിൽ. ആക്ച്വലി അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു നീസുണ്ട്. അവരുടെ ഒരു ഫ്രണ്ട് ഒരു 3-4 ദിവസം അവരുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ താമസിച്ചിരിക്കുന്നു. ഞാൻ അവരോട് വെറുതെ ചോദിച്ചു, അടുത്ത് തന്നെയല്ലേ വീട്, പിന്നെന്തിനാ ഇവിടെ വന്ന് താമസിക്കുന്നതെന്ന്. അതിന് എൻ്റെ നീസ് പറഞ്ഞു, അവരുടെ വീട്ടിൽ പൂജയാണ്, അവരുടെ അച്ഛനും അമ്മയും ഏതെങ്കിലും ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു, കാരണം അവൾക്ക് പീരീഡ് ആയിരുന്നു. ദാറ്റ് ഷുക്ക് മീ. എങ്ങനെയാണ് ഒരാൾക്ക്, ഒരു സ്ത്രീക്ക് പീരീഡാന്നും പറഞ്ഞ് അവരെ മാറ്റി നിർത്താൻ കഴിയുന്നത്? ബിക്കോസ് വീട്ടിൽ പൂജ നടക്കുന്ന കാര്യം പറഞ്ഞ്. അത് അവരുടെ ഭാഷയിൽ അൺക്ലീൻഡ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് അതിനെക്കുറിച്ചൊരു സിനിമ എടുക്കണമെന്ന്. വാട്ട് എവർ ഐ ക്യാൻ ഡു. അങ്ങനെയാണ് സ്റ്റോറീസ് താങ്കൾക്ക് എങ്ങനെയാണ് ലഭിച്ചത്? സ്റ്റോറി എൻ്റെ വൈഫും പിന്നെ ബാൽക്കി സാറും ചേർന്ന് എഴുതിയത്. ബാൽക്കി ഡയറക്ടർ, രണ്ടുപേരും ചേർന്നാണ് ഈ കഥ എഴുതിയത്. അതിനുശേഷം എൻ്റെ വൈഫ് ഗോൺ ആൻഡ് മെറ്റ്. ആരുമായി ബന്ധപ്പെട്ടതാണോ അവരെ പോയി കണ്ടിട്ട് വന്നു. അവരെ ചേസ് ചെയ്ത് കണ്ടുപിടിച്ച്, എൻ്റെ അറിവിൽ ചേസ് ചെയ്യാൻ ഒരു 3-4 മാസം വരെ എടുത്തു. ആൻഡ്
അവരെ പറഞ്ഞു മനസ്സിലാക്കി സമ്മതിപ്പിച്ചു. അതിനുശേഷമാണ് സിനിമ ചെയ്തത്. ഇതുപോലെ ഒരുപാട് സിനിമകളുണ്ട്. അതിനുശേഷം എയർലിഫ്റ്റ് എടുത്തു. അത് ശരിക്കും ഒരു യഥാർത്ഥ സംഭവത്തെക്കുറിച്ചായിരുന്നു. എങ്ങനെയാണ് നമ്മുടെ എയർ ഇന്ത്യ ചെന്ന് 1.5 ലക്ഷത്തിൽ കൂടുതൽ ആളുകളെ 1,70,000 ആളുകളെ എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. അതും ഒരു അമേസിംഗ് ആയ സ്റ്റോറിയായിരുന്നു. അതിൽ അഭിനയിക്കാൻ ഞാൻ ഭാഗ്യം ചെയ്തിരിക്കണം. അതായത് അതുപോലെ എൻ്റെ കമ്പനിയിൽ 30 മുതൽ 40 സിനിമകൾ വരെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ താങ്കൾ പറഞ്ഞ ഈ സിനിമകളുടെ കഥകൾ, ടോയ്ലറ്റ് പ്രേം കഥ, അല്ലെങ്കിൽ പാഡ്മാൻ, അല്ലെങ്കിൽ എയർലിഫ്റ്റ്, ഇതൊക്കെ കൊമേഴ്ഷ്യലി സക്സസ് ആയ സിനിമയാണോ? താങ്കൾക്ക് പണം ലഭിച്ചോ? കൊമേഴ്സ്യലായിട്ട് പറയുകയാണെങ്കിൽ ഫിലിമിലേക്ക് റൌഡി റാത്തോഡ്, പാർട്ട് 2 സിംഗീസ് കിങ്, അല്ലെങ്കിൽ നമസ്തേ ലണ്ടന്റെ കാര്യം എടുക്കുകയാണെങ്കിലും അതെല്ലാം വളരെ ഹിറ്റായിരുന്നു. ഞാൻ ഇതുപോലെയുള്ള സിനിമകൾ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുത്തതെന്ന് വെച്ചാൽ, ഇത് സക്സസ് മാത്രമല്ല, ആ സിനിമകളൊക്കെ ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ തന്നെയുണ്ട്. ഇപ്പോഴും ആ സിനിമകൾ, ഐ ആം സോ പ്രൗഡ് ടു സേ ദാറ്റ്, നമ്മുടെ സർക്കാർ ടോയ്ലറ്റ് പ്രേം കഥ, പാഡ്മാൻ ജനങ്ങൾക്ക് ഗ്രാമങ്ങളിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവർക്കും ഇതുപോലെയുള്ള കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെയാണ് എന്റെ വിക്ടറി. പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ താങ്കൾ സർക്കാരിനെ സന്തോഷപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ചെയ്യുന്നതെന്ന്. പറയുന്നവര് പല കാര്യങ്ങളും അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ ആ സിനിമ എടുത്തതിൽ അഭിമാനിക്കുന്നു. ആരെങ്കിലും എന്നോട് വന്ന് നിങ്ങൾ പ്രധാനമന്ത്രിയെ സന്തോഷിപ്പിക്കാനാണ് സിനിമ എടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ അതേന്ന് പറയും, അത്രേ ഉള്ളൂ. എന്താണെങ്കിലും എനിക്ക് എന്റെ രാജ്യത്തെ സന്തോഷിപ്പിക്കണമെന്നുണ്ട്, രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതായത് പ്രധാനമന്ത്രി ലാൽ കിലയിൽ വെച്ച് ശൗചാലയത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ ജനങ്ങൾ അദ്ദേഹത്തെയും കളിയാക്കി. താങ്കൾ എന്ത് പ്രധാനമന്ത്രിയാണ് ശൗചാലയത്തെക്കുറിച്ച് പറയുന്നല്ലോ എന്ന്? അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഞാൻ പ്രൈം മിനിസ്റ്ററെ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് അതും കളിയാക്കിയല്ലോ. പറയുന്നവരങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും. താങ്കൾ അദ്ദേഹത്തോട് മാമ്പഴം എങ്ങനെ കഴിക്കുമെന്നതിന്? അതെ, ചോദിച്ചു. ഞാൻ ഒരു സിമ്പിൾ പേഴ്സണായിട്ടാണ് അവിടേക്ക് ചെന്നത്. ടു നോ വാട്ട് മൈ പ്രൈം മിനിസ്റ്റർ, അതായത് ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണ് ചിന്തിക്കുക, ഒരു സാധാരണ മനുഷ്യനെ പോലെ അദ്ദേഹം ചിന്തിക്കുമോ, ഒരു നോർമൽ പേഴ്സൺ എങ്ങനെ ചിന്തിക്കും, ഞാനൊരു പ്രൈം മിനിസ്റ്റർ സൈഡ് എങ്ങനെയായിരിക്കും എന്ന് ഒരിക്കലും ആലോചിച്ചില്ല. അതായത് അദ്ദേഹം ഏത് ബില്ല് പാസ് ചെയ്തു അതിലൊന്നും എനിക്ക് താല്പര്യമില്ലായിരുന്നു. രാഷ്ട്രീയത്തെക്കുറിച്ചും ചോദിച്ചില്ല. അദ്ദേഹത്തിന്റെ വാച്ച് തിരിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ സാർ വാച്ച് ഇങ്ങനെ ഇട്ടിരിക്കുന്നതെന്ന്. അത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം, സാർ എത്രയാണ് സാറിന്റെ സാലറി എന്നാണ്. സാറിന്റെ സാലറി അമ്മയ്ക്ക് കൊടുക്കുമെന്ന് ചോദിച്ചു. നോർമൽ ക്വസ്റ്റ്യൻസാ ചോദിച്ചത്. മാംഗോ കഴിക്കുമെന്ന് ഞാൻ ചോദിച്ചു. അതിലെന്ത് തെറ്റാ ഉള്ളത്? അതൊക്കെ ഞാൻ അറിയണമെന്ന് ആഗ്രഹിച്ചു. അതിനൊക്കെ അദ്ദേഹം മറുപടി പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഉത്തരങ്ങൾ വളരെ നന്നായിരുന്നു. അതായത് നിങ്ങൾ അദ്ദേഹത്തിന്റെ വാച്ച് മോഷ്ടിച്ചില്ലല്ലോ അല്ലേ? എന്തിന്? എന്നെ ഇവിടുന്ന് നാട് കടത്താനോ? അക്ഷയ് സർ, ഐ വാസ് സേ നിങ്ങളുടെ പാഡ്മാൻ മൂവി വളരെ നന്നായിരുന്നു. ആസ് എ ടീച്ചർ ഐ ആം സിറ്റിംഗ് ഹിയർ ആൻഡ് നിങ്ങളെ ഇൻസ്പിറേഷനായി എടുത്തുകൊണ്ടാണ് ഞങ്ങളും സ്കൂളിൽ പാഡ്മാനെ പോലെ സെയിം മെഷീൻ വെച്ചിട്ടുണ്ട്. വി മാനുഫാക്ചർ ദ സെയിം പാഡ്സ്. സ്റ്റുഡൻസ് സ്ഥിരം എൻജോയിൽ പോയി കൊടുക്കാറുണ്ട്. അല്ല, അതിൽ കോയിൻ ഇട്ടാ വരുമോ അതോ നിങ്ങൾ തന്നെ? സർ, ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. അല്ല, അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണോ അതോ കാശ് കൊടുക്കണോ? ഫ്രീ ഓഫ് കോസ്റ്റ്. വെരി നൈസ്, വെരി നൈസ്. താങ്കൾ മറ്റൊരു സിനിമ കൂടി എടുത്തിരുന്നു, ONG2. അതെ, അത് സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള സിനിമയായിരുന്നു. അത് വലിയൊരു കാര്യമാണ്. സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് ഒരു സിനിമ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു. ആ സിനിമയെക്കുറിച്ച് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സെൻസർ ബോർഡിലെ ഒരാൾ എന്നോട് ചോദിച്ചു, സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള സിനിമയൊക്കെ എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ നാട്ടിൽ പോപ്പുലേഷൻ 1.5 ബില്യൺ, അങ്ങനെയുള്ളപ്പോൾ നമുക്ക് സെക്സ് എഡ്യൂക്കേഷൻ ആവശ്യമില്ലെന്ന് ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു. ആൻഡ് ഇറ്റ് വാസ് വെരി എസ്റ്റോണിഷിംഗ് തിങ് ആൻഡ് ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ ടു ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഈ സിനിമ എല്ലാവരും സ്വീകരിച്ചു. ആ സിനിമ നല്ല ബിസിനസ്സായി. അപ്പോൾ OMG2-ൽ പണവും സമ്പാദിച്ചു, നല്ല മെസ്സേജും നൽകി. അതെ, സത്യമാണ്. വലിയ റിസ്ക് എടുത്താണ് ഞാൻ ആ സിനിമ പൂർത്തിയാക്കിയത്. എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അതായത് ഇറ്റ് വാസ് എ വെരി ബിഗ് ഫിലിം. അതായത് ഞാൻ സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചാണ് സിനിമ എടുത്തിരിക്കുന്നത്, മാസ്റ്റർബേഷനെ കുറിച്ച്. ആ ഒരു വിഷയം യഥാർത്ഥത്തിൽ ജനങ്ങൾക്കറിയില്ല, യങ്സ്റ്റേഴ്സിന് അതിനെക്കുറിച്ച് ശരിക്കറിയില്ല, എങ്ങനെയാണത് ഹാൻഡിൽ ചെയ്യുക എന്ന്. അത് ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ആസ്പെക്റ്റ് ആണെന്ന് ഞാൻ പറയും. അതായത് വളരെ ബോൾഡായിട്ടാണ് ഞാൻ ആ സിനിമ എടുത്തത്.
സത്യത്തിൽ വളരെ നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലത്തെ സിനിമകൾ തീർച്ചയായിട്ടും എടുക്കണം. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അതെ കാര്യമാണ്. അതെ സത്യമാണ്. ഞാൻ എന്റർടൈൻമെന്റ് എന്ന നിലയ്ക്കാണ് ആ സിനിമ പൂർത്തിയാക്കിയത്. താങ്കൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. സാർ, എന്റെ ചോദ്യം എന്താണെന്നാൽ നിങ്ങൾ എല്ലാവർക്കും തന്നെ അറിയാം. സാർ, നിങ്ങൾ കേസിനെ കുറിച്ച് ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അത് അഭിനയിക്കുമ്പോൾ നിങ്ങൾക്ക് LLB പഠിക്കണമെന്ന് തോന്നിയോ? പറയൂ സാർ. പഠിത്തം തലയിൽ കയറിയിട്ട് വേണ്ട LLB ചെയ്യാൻ. ഇല്ല സാർ, കേസിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മൈൻഡിൽ ഒരിക്കലും തോന്നിയിട്ടില്ലേ ഞാനും LLB പഠിക്കണമെന്ന്? ഇല്ല, എനിക്ക് ഒരിക്കലും അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുകൊണ്ടും എനിക്ക് ഒരിക്കലും തോന്നാൻ പോകുന്നില്ല. നിങ്ങൾ ഏത് രീതിയിലുള്ള ഹീറോ ആണെന്നാൽ ഹീറോയിനെ കാറ്റത്ത് പറപ്പിച്ച് അവരെ ചുറ്റാൻ വിട്ട് ക്യാച്ചും പിടിക്കും. അതേസമയം ഹീറോയിനും നല്ല സേഫായി ഫീൽ ചെയ്യും. അതുകൊണ്ട് എനിക്കും അങ്ങനെ ഒരു അവസരം കിട്ടുമോ എന്ന് ചോദിക്കുന്നു. നിങ്ങൾ പറയുന്നത് നിങ്ങളെ ഞാൻ പൊക്കിയെടുത്ത് വട്ടം കറക്കണമെന്നാണോ? വന്നാട്ടെ. വരൂ വരൂ, ഇങ്ങോട്ട് വരൂ. ദാ ഇവിടെ നോക്കാം. ഇപ്പൊ താഴെ ഇട്ടാൽ അത് എന്റെ തെറ്റല്ല. നിങ്ങൾ താഴെ ഇടില്ല സാർ. നോക്കാം. റെഡിയല്ലേ? Okay. Okay. Thank you. ഇപ്പോൾ നമുക്ക് മറ്റൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ അക്ഷയ് കുമാറിന് മേലുള്ള അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആക്ച്വലി അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ട് ആണ്. ആം ഐ റൈറ്റ്? ഒരു കവി പറഞ്ഞിരുന്നു, पैसा खुदा तो नहीं लेकिन खुदा की कसम खुदा से कम भी नहीं. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ ഇവിടെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സൂപ്പർ സ്റ്റാർ അക്ഷയ് കുമാറിനോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ സൂപ്പർ സ്റ്റാർ അക്ഷയ് കുമാറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം പണം കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ്. താങ്കൾ എവിടെ പോവുകയാണെങ്കിലും പബ്ലിക് ഫംഗ്ഷനുകളിൽ ഒരു പാട്ട് കേൾക്കാൻ സാധിക്കും. പണത്തിനു വേണ്ടി എന്തിനാണ് മരിക്കുന്നത്, പണമഴ പെയ്യട്ടുമെന്ന്. ജനങ്ങൾ പറയുന്നു അക്ഷയ് കുമാറിന് പണത്തിനോട് കൂടുതൽ ആഗ്രഹമാണെന്ന്. നോട്ട് മഴ പെയ്യുമെന്ന്. ആദ്യത്തെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ പണം സമ്പാദിക്കുന്നത് ഒരാളെയും പറ്റിച്ചിട്ടല്ല. ഞാൻ ജോലി ചെയ്ത് സമ്പാദിക്കുന്നു. 8 വർഷമായി ഞാനാണ് കൂടുതൽ ടാക്സ് അടയ്ക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു മണി മൈൻഡഡ് ആണെന്ന് ആർക്കും പറയാൻ കഴിയില്ല. പണം ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ വളരെ പ്രാക്ടിക്കലായിരിക്കണം. എനിക്ക് പണം ഒരു കാര്യമല്ല എന്ന് ഇവിടെ ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് കള്ളമാണ്. പണം ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ. ആം ഐ റൈറ്റ്? ഒരു കവി പറഞ്ഞിരുന്നു, पैसा खुदा तो नहीं लेकिन खुदा की कसम खुदा से कम भी नहीं. അതായത് ഞാൻ പണം സമ്പാദിക്കുന്നു, ടാക്സ് അടയ്ക്കുന്നു, പിന്നെ ആ പണം കൊണ്ട് ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അതെന്റെ ധർമ്മമാണ്. അതാണ് ഞാൻ പിന്തുടരുന്നത്. പിന്നെ പറയുന്നവർ എന്തു വേണമെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ മറ്റുള്ളവർ പറയുന്നതൊന്നും അങ്ങനെ കൂടുതൽ ശ്രദ്ധിക്കാറില്ല. എന്റെ മനസ്സിനറിയാം ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന്. അതാണ് എനിക്ക് ഏറ്റവും ഞാൻ എന്തുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞേക്കാം. പറയൂ പറയൂ. ഒരു കാലത്തിൽ താങ്കൾ എൻ്റെ അടുത്തു നിന്ന് എന്ത് ജോലി വേണമെങ്കിലും വാങ്ങിച്ചോളൂ, ഡാൻസ് വേണമെങ്കിലും കളിക്കാൻ പറയൂ, കഴുത്ത് വേണമെങ്കിൽ വെട്ടാൻ പറയൂ, പണം മാത്രം തന്നാൽ മതി എന്നാണ്. നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്ന സമയത്ത് പൈസ തന്നാൽ നമ്മളത് വേണ്ടാന്ന് പറയൂ. എന്താ പ്രോബ്ലം? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒരു വ്യക്തി നമുക്ക് കാശ് തരാൻ റെഡിയാണെങ്കിൽ എൻ്റെ ബർത്ത്ഡേക്ക് വന്ന് ഡാൻസ് ചെയ്യേ, ഞാൻ കാശ് തരാം. അതിലെന്താ പ്രോബ്ലം ഉള്ളത്? ചിലർ പറയും നിങ്ങൾ എൻ്റെ മാരേജിന് വന്ന് 8-9 മിനിറ്റ് പെർഫോമൻസ് ചെയ്യുകയാണെങ്കിൽ നന്നാവുന്നു. ഇതിലെന്താ പ്രോബ്ലം ഉള്ളത്? അവർ പണം തരാൻ തയ്യാറാണ്, സന്തോഷമാണ്, അവരുടെ മക്കൾക്ക് സന്തോഷമാണ്. അങ്ങനെ ഞാനും ആ സന്തോഷത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. സന്തോഷത്തിന്റെ ഒപ്പം പണവും കിട്ടുന്നുണ്ടെങ്കിൽ അതിലെന്താണ് പ്രോബ്ലം? അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് മോഷ്ടിക്കാത്തിടത്തോളം, നമ്മൾ ഒരാളെ കബളിപ്പിക്കാത്തിടത്തോളം, നമ്മൾ അധ്വാനിക്കുന്നിടത്തോളം അതിലൊരു പ്രോബ്ലവും ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പ്രോബ്ലം അല്ല. ഇവിടെ ഇരിക്കുന്ന അത്രയും പേര് എന്തിനാ ജോലി ചെയ്യുന്നത്? കാശിനു വേണ്ടി മാത്രം.
ഐ ഡോണ്ട് കെയർ. അവരെന്ത് വേണേലും പറഞ്ഞോട്ടെ, മണി മൈൻഡഡ് ആണെന്ന് പറഞ്ഞോട്ടെ. ജീവിതത്തിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടതാ. ചില സമയത്തൊക്കെ, അതായത് എന്റെ പ്രൊഡ്യൂസർക്ക് സിനിമ എടുക്കാൻ കഴിയുന്നില്ല. ഇത് കുറച്ചു മുമ്പ് നടന്ന കാര്യം. അദ്ദേഹത്തിന്റെ അടുത്ത് കാശില്ല, പടമെടുക്കാൻ കാശില്ല. എന്റെ കയ്യിൽ നിന്ന് കാശ് മുടക്കി അന്ന് ആ സിനിമ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഇതുവരെ ഏകദേശം 150ഓളം സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു സിനിമ പോലും, രജത് സാർ, ഒരു സിനിമ പോലും റിലീസ് ആവാതെ ഇരുന്നിട്ടില്ല. തുടങ്ങിവെച്ച എല്ലാ സിനിമകളും റിലീസ് ആയിട്ടുണ്ട്, റിലീസ് ചെയ്തിട്ടുണ്ട്. ഒരു സിനിമ ഒഴിച്ച്. ആ സിനിമയുടെ പേരിപ്പ് മാറ്റി, അതായത് പൂരബ് കി ലൈല പശ്ചിം കാ ചൈല, ആ ഒരു സിനിമയാണ്. പിന്നീട് അതിന്റെ പേര് മാറ്റി. ആ സിനിമ ഇതുവരെ ഇപ്പോഴും റിലീസാവാതെ അങ്ങനെ കിടക്കുകയാണ്. ആൻഡ് ഞാൻ എന്നെക്കൊണ്ടാവും വിധമെല്ലാം ട്രൈ ചെയ്തു ആ സിനിമ എങ്ങനെയെങ്കിലും ഒന്ന് റിലീസായി കിട്ടാൻ വേണ്ടി. ആ ഒരു സിനിമയൊഴിച്ച് വേറൊരു സിനിമയും, ഞാൻ അഭിനയിച്ച ഒരു സിനിമയും റിലീസാകാതിരുന്നിട്ട് എല്ലാം പുറത്തിറങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ചില സമയത്ത് പടം ചിലപ്പോൾ ഫ്ലോപ്പായിന്ന് വരും. നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേരെ പരിചയം കാണും. ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് നല്ല പരിചയമുള്ള പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവും. നിങ്ങൾ ചില പ്രൊഡ്യൂസേഴ്സിനോട് ചോദിച്ചു നോക്കൂ സാർ, ചിലപ്പോൾ പടം ഓടിയില്ലെങ്കിൽ അവർക്ക് പണം നഷ്ടമാകുമ്പോൾ ഐ ആം ദ ഫസ്റ്റ് വൺ ടു കം ആൻഡ് ടെൽ ദം ഡോണ്ട് പേ മീ മൈ റിമൈനിങ് മണി, ഫിനിഷ് ഇറ്റ് ഓഫ്. അല്ലെങ്കിൽ അവരുടെ ചെക്ക് ഞാൻ അവർക്ക് തിരിച്ചു നൽകും. അതായത് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏതെങ്കിലും കപിൽ ഷോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അതിൽ എന്നോടൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി. നെറ്റ്ഫ്ലിക്സിൽ 3 എപ്പിസോഡുകൾ വന്നു, നിങ്ങളെ കണ്ടേയില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കിതുവരെ പണം തന്നില്ലല്ലോ, പിന്നെ ഞാനെങ്ങനെ വരും? ഇങ്ങനെ തമാശ രൂപേണ ചില കാര്യങ്ങളൊക്കെ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഫൺ. പക്ഷേ അത് വെച്ച് ഞാനൊരു മണി മൈൻഡഡ് പേഴ്സൺ ആണെന്ന് നിങ്ങൾ ഒരിക്കലും തീരുമാനിക്കാൻ പാടില്ല. ഞാനതൊന്നും ശ്രദ്ധിക്കാൻ പോവില്ല. തമാശ രീതിയിൽ അങ്ങനെ പറയുന്നതുകൊണ്ടാണ് ഒരു പെർസെപ്ഷൻ ഉണ്ടാകുന്നത്. ബട്ട് സാർ, ആ പെർസെപ്ഷൻ വെച്ചുകൊണ്ട് ഞാൻ എന്നെ ഇങ്ങനെ കൺട്രോൾ ചെയ്തു വെച്ചാൽ, അതായത് സ്വയം ഞാൻ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലെന്ന് ചിന്തിച്ചാൽ, ഇതിലെന്താ ഉള്ളത്? ഐ ആം ലിവിങ് മൈ ലൈഫ്. ഇങ്ങനെയൊരു സ്ട്രെസ്സിൽ എനിക്ക് ജീവിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അങ്ങേരെന്ത് വിചാരിക്കുമെന്ന് കരുതണോ? ഞാൻ എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കണം. ഇത് എന്റെ ജീവിതമാണ്. ആകെ ഒരേ ഒരു ജീവിതമേ ഉള്ളൂ. ഇതാണ് എന്റെ ജീവിതം. ദിസ് ഈസ് ഹെൽ, ദിസ് ഈസ് ഹെവൻ. ഹെവൻ മോളിലൊന്നുമല്ല. ദാറ്റ് ഇസ് വാട്ട് ഐ ബിലീവ്. ദൈവം എന്നെ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. എൻജോയ് മൈസെൽഫ്. ഞാൻ എന്റെ ജീവിതം എൻജോയ് ചെയ്യുന്നു. അതല്ലാതെ വെറുതെ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു ഞാൻ അറിയണ്ട. ഐ വിൽ ടെൽ യു, യു ഗൈസ് ലിവ് യുവർ ലൈഫ് ദ വേ യു വാണ്ട് ടു ലൈഫ്. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കും, എന്ത് പറയുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് യു ഹാവ് ടു സാറ്റിസ്ഫൈ യുവർ സെൽഫ്. അക്ഷയ്, ഇത് പറയുന്നത് കൊണ്ട് താങ്കൾക്ക് എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? അതായത് താങ്കളുടെ പണത്തിൽ ധാരാളം പേരെ സഹായിക്കുന്നുണ്ട്, കോടിക്കണക്കിന് പണം നൽകുന്നുണ്ട്. അത് പറയാൻ താങ്കൾക്ക് തടസ്സം എന്താണ്? നമ്മൾ ഒരു വ്യക്തിക്ക് പണം കൊടുത്താൽ, ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ, ഞാൻ ഇതിനെക്കുറിച്ച് പറയുകയാണ്, ഇതെന്റെ സ്വന്തം എക്സ്പീരിയൻസ് ആണ്. ഇതിനൊരു സഹായമായി ഒരിക്കലും പറയരുത്. അതിനെ സേവനമെന്ന് പറയണം. അത് നമ്മുടെ ധർമ്മമാണെന്ന് പറയണം. അത് വളരെ തെറ്റായ കാര്യമാണ്. നമ്മൾ ചിന്തിക്കുന്നു നമ്മൾ ചാരിറ്റി ചെയ്യുകയാണെന്ന്. വേർഡ് ചാരിറ്റി, ഈ വേർഡ് ഡൊണേഷൻ, ഇറ്റ് ഈസ് ആർ റോങ് വേർഡ്. ഐ വിഷ് എല്ലാവരും ഈ കാര്യം റിയലൈസ് ചെയ്യണം. അത് ചാരിറ്റി അല്ല. നമ്മൾ ചാരിറ്റി, അതായത് നമ്മുടെ കയ്യിൽ വരുന്ന പണം ഒരാൾക്ക് ചാരിറ്റി ചെയ്യാൻ മാത്രം നമ്മൾ യോഗ്യരല്ല. നമ്മുടെ കടമ ചെയ്യാൻ വേണ്ടി ദൈവം നമുക്കത് തരുന്നതാണ്. എന്റെ വിശ്വാസം അങ്ങനെയാണ്. അതായത് ചില സമയങ്ങളിൽ എനിക്ക് തന്നെ തോന്നും, താങ്കൾക്കെന്ന് ഒരു ഇമേജ് ഉണ്ട്, ഞാൻ എന്ത് ചെയ്താലും പണത്തിന് വേണ്ടിയായിരിക്കും അത് ചെയ്യുമെന്ന് താങ്കൾ പറയുന്നു. പക്ഷെ ആ പണം തന്നെ താങ്കൾ നൽകുമ്പോൾ, മറ്റൊരു കയ്യിൽ നൽകുമ്പോൾ താങ്കൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഞാൻ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. ക്യാൻസറിന്, എഡ്യൂക്കേഷന്, വെള്ളപ്പൊക്കത്തിന് കോടിക്കണക്കിന് ഡൊണേഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചാബിൽ കോടി രൂപയാണ് ഡൊണേഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ താങ്കൾ ഈ മാച്ചോ ഇമേജ് തടയുകയാണ് താങ്കളെ ഇതൊന്നും പറയാതെ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതൊക്കെ എങ്ങനെ പറയാൻ പറ്റും? എന്ത് മണ്ടത്തരമായിരിക്കും ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ. ഞാൻ ഇത്ര പണം കൊടുത്തു, അത്ര കൊടുത്തു, അത് ചെയ്തു, ഇത് ചെയ്തു എന്ന്. എനിക്ക് സേവനം ചെയ്യാനുള്ളൊരു അവസരം കിട്ടി, ഞാനത് ചെയ്തു, അത്രയേ ഉള്ളൂ. ഇത് ഞാനായിട്ട് പറഞ്ഞതല്ല. നിങ്ങൾ ചോദിച്ചപ്പോൾ അതിനുള്ള ഉത്തരം പറഞ്ഞു. നിങ്ങളുടെ കയ്യിൽ എവിഡൻസ് ഉണ്ട്. അല്ലാതെ ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല, പറയൂല്ല. ഇറ്റ് ഈസ് മൈ ഗുഡ് വിൽ. അതായത് ഞാൻ വളരെ ഭാഗ്യം ചെയ്തവനാണ്. എനിക്കിതൊക്കെ ചെയ്യാൻ കഴിഞ്ഞല്ലോ. എൻ്റെ അടുത്ത് ഫിഗേഴ്സ് ഉണ്ട്. കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ താങ്കൾ 76 കോടി രൂപയാണ് സംഭാവനയായി നൽകിയിരിക്കുന്നത്. മാത്രമല്ല
ഇക്കാര്യം എന്തുകൊണ്ട് എല്ലാവരും അറിയണമെന്ന് ആഗ്രഹിക്കുന്നത് വെച്ചാൽ ജനങ്ങൾ ഇക്കാര്യം അറിഞ്ഞാൽ അവർക്ക് താങ്കൾ തീർച്ചയായും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. നിങ്ങളിത് പറഞ്ഞതിന് വളരെ നന്ദിയുണ്ട്. അതുപോലെ തന്നെ താങ്കൾ സ്ത്രീകൾക്ക് മാർഷൽ ആർട്സ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, പണം ഒന്നും തന്നെ വാങ്ങാതെ. ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നത് മാർഷൽ ആർട്സ് മാത്രമല്ല, മാർഷൽ ആർട്സിനോടൊപ്പം തന്നെ, അതായത് യഥാർത്ഥത്തിൽ എൻ്റെ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ അതായത് അതിനകത്ത് യൂണിഫോമൊക്കെ ഇട്ടുകൊണ്ടല്ല മാർഷൽ ആർട്സ് ട്രെയിനിങ് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു പെൺകുട്ടി സാരി ഉടുത്ത് ഓഫീസിലേക്ക് പോവുകയാണെങ്കിൽ സാരി ഉടുത്തുകൊണ്ട് തന്നെ ട്രെയിനിങ്ങിന് വരാം. ആരെങ്കിലും സ്കേർട്ട് ഇട്ടിട്ട് പോവുകയാണെങ്കിൽ സ്കേർട്ടോടുകൂടി തന്നെ വരാം. ജീൻസാണ് ഇട്ടിട്ട് പോകുന്നതെങ്കിൽ ജീൻസ് ഇട്ടുകൊണ്ട് വരാം. ഞാൻ അവരോടൊക്കെ ട്രാക്ക് പാൻറ് ഇട്ടുകൊണ്ടേ ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ, അതായത് അതിനനുസരിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പക്ഷേ അത് കഴിഞ്ഞ് അവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ യഥാർത്ഥ ജീവിതത്തിൽ അവർക്കതൊരു ആവശ്യം വരികയാണെങ്കിൽ ട്രാക്ക് പാൻറ് ഇട്ടുകൊണ്ട് വരാമെന്ന് പറയാൻ പറ്റൂ. അതുകൊണ്ട് എൻ്റെ വേ ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആണ്. ഐ ടീച്ച് ഓൾ ദ വിമൺ. അവരെന്ത് ഡ്രസ്സാണോ ഇട്ടിരിക്കുന്നത് അതിൽ തന്നെ അവർക്ക് പരിശീലനം നൽകും. ആൻഡ് ദാറ്റ്സ് വേ. ആൻഡ് വെരി താങ്ക്സ്ഫുൾ ടു, ഞാനൊരു പേര് പറയാൻ ആഗ്രഹിക്കുന്നു, മേഹുൽ ഗോറ. അവരാണ് യഥാർത്ഥത്തിൽ എനിക്ക് ഇതെല്ലാം ഓർഗനൈസ് ചെയ്തത്. സ്ത്രീകൾക്ക് സെൽഫ് ഡിഫൻസ് പഠിപ്പിച്ചു കൊടുക്കും. അതെ അതെ അതെ. താങ്കൾ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? അല്ലല്ല, ഞങ്ങളുടെ അണ്ടറിൽ അതായത് ഏകദേശം 3000 മുതൽ 4000 ബ്ലാക്ക് ബെൽറ്റ്സ് ഉണ്ട്. അവരും പരിശീലനം നൽകും. ആൻഡ് ഐ ആം ഓൾസോ വെരി താങ്ക്സ്ഫുൾ ടു ഓൾസോ. അവരെക്കുറിച്ചും പറയാതിരിക്കാനാവില്ല. വളരെ കുറച്ച് പണമേ വാങ്ങുന്നുള്ളൂ എല്ലാം പരിശീലിപ്പിക്കാൻ വേണ്ടി. ആൻഡ് പിന്നെ ഇതല്ലാതെ ഒരു ടൂർണമെൻറ്റും ഞങ്ങൾ നടത്തുന്നുണ്ട്, മാർഷൽ ആർട്ട് ടൂർണമെൻറ്റ്. അവിടെ ഏകദേശം ഒരു 5000 ബ്ലാക്ക് ബെൽറ്റ്സ് വരാറുണ്ട്. ആൻഡ് ദേ കം ആൻഡ് ദേ ഫൈറ്റ് ഈച്ച് അതർ. ടൂർണമെൻറ്റിൽ അതൊക്കെ നടക്കും. താങ്കളുടെ കുട്ടിക്കാലത്ത് മാർഷൽ ആർട്സ് പഠിക്കുന്ന സമയത്ത് അപ്പോൾ താങ്കൾക്ക് തോന്നിയില്ലേ ഇതിന് ഒരു വാല്യൂ ഇല്ല, പണവും ലഭിക്കില്ല, കയ്യിലൊരു മെഡൽ മാത്രമേ ലഭിക്കുകയുള്ളൂ? നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. അതായത് നമ്മൾ ഒരു ടൂർണമെൻറ്റിൽ പങ്കെടുത്താൽ നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് തരും, പിന്നെ ഒരു മെഡൽ തരും. അത് ഒറിജിനൽ ഗോൾഡൊന്നുമല്ല, അതിന് ഗോൾഡ് മെഡൽ എന്ന് പറയും. അത് മഞ്ഞ കളറിലായിരിക്കും, ഗോൾഡ് ആണെന്ന് പറയും. ഐ കെയിം അപ്പ് വിത്ത് ആൻ ഐഡിയ ദാറ്റ് എൻ്റെ ടൂർണമെൻറ്റിൽ ആര് ടൂർണമെൻറ്റിൽ ജയിച്ചാലും അവർക്ക് ഞാൻ 1,00,000 രൂപ കൊടുക്കും. അതുപോലെ മറ്റൊരു കാര്യം ഞാൻ പറയാം. അതായത് ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ കണ്ടിട്ടുണ്ട് ആ 1,00,000 ഒരു 8 വയസ്സുള്ള കുട്ടി 1,00,000 അച്ഛൻ്റെ അമ്മയുടെയും കൈ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ആ കുട്ടിയുടെ അമ്മയ്ക്ക് എത്ര അഭിമാനമാകുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചേ. എൻ്റെ കുഞ്ഞ് സമ്പാദിക്കാൻ തുടങ്ങിയെന്ന് അവർ ചിന്തിക്കും. ആ 1,00,000 രൂപ ആ കുടുംബത്തിന് ആ സമയത്ത് കിട്ടുന്നുണ്ടല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ അത് 100 കോടിയേക്കാളും വലുതാണെന്ന് പറയും. എന്റെ ചോദ്യം എന്താണെന്നാൽ, ഈ മാർഷൽ ആർട്സ് പഠിക്കുന്നത് അതിന് താങ്കൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത് എന്നൊന്ന് പറയാൻ പറ്റുമോ സാർ? സത്യം പറയണോ കള്ളം പറയണോ? താങ്കളുടെ ഇഷ്ടമാണ് സാർ. സത്യം പറയാം. ഇത് നീതിപീഠമാണ്, ഇവിടെ സത്യം മാത്രമേ പറയാവൂ. എനിക്ക് ഒരു 9 വയസ്സുള്ളപ്പോൾ എൻ്റെ തൊട്ടടുത്ത വീട്ടിലൊരു പയ്യനുണ്ടായിരുന്നു. അവൻ്റെ പേര് രാജേന്ദ്രൻ എന്നാ. അവൻ മാർഷൽ ആർട്സ് പഠിക്കാൻ വേണ്ടി പോകുമായിരുന്നു. അവൻ പഠിച്ച് വരുന്ന സമയത്ത് അവന് കിക്ക് വിക്കൊക്കെ അറിയാം. പിന്നെ ബിൽഡിങ്ങിൽ നിറയെ പെൺകുട്ടികളൊക്കെ ഉള്ളതാ. അവൻ അവർക്ക് കിക്സ് കാണിച്ചു കൊടുക്കും. അവൻ അവിടെ ഭയങ്കര ഫേമസ് ആയി. അവനെ കാണുന്ന പെൺകുട്ടികൾ വളരെ ഇംപ്രസ് ആവും. ആ ഒരു കാര്യം എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. സോ സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഉടനെ ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ചെന്ന് എനിക്കും മാർഷൽ ആർട്സ് പഠിക്കണമെന്ന് പറഞ്ഞു. എനിക്കും പെൺകുട്ടികളെ ഇംപ്രസ് ചെയ്യണമെന്ന് തോന്നി. അതിനുശേഷം ഞാൻ മാർഷൽ ആർട്സ് പഠിക്കാൻ തുടങ്ങി. അന്ന് ഞാൻ പെൺകുട്ടികളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയാണ് മാർഷൽ ആർട്സ് പഠിക്കാൻ പോയത്. അത് ഞാൻ ഇന്നും തുടരുന്നുണ്ട്. അതാണ് എനിക്ക് ഇൻസ്പിറേഷൻ ആയിരുന്നത്. അതുപോലെ നിനക്കും പെൺകുട്ടികളെ ഇംപ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർഷൽ ആർട്സ് പഠിക്കാൻ പറ്റും. ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് താങ്കൾ എന്ത് അഡ്വൈസാണ് തരുന്നത് സാർ? ഞങ്ങളെപ്പോലുള്ള ആളുകൾ എന്ന് വെച്ചാൽ, അതായത് ഒരു നോർമൽ പേഴ്സണോട് താങ്കൾക്ക് മാർഷൽ ആർട്സിനെ പറ്റി പറയാനുള്ള അഡ്വൈസ് എന്താണ്? അതായത് എന്താ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഈ പ്രായത്തിലുള്ള കുട്ടികൾ അവർക്കൊരു ബോഡി ബിൽഡിംഗ് ഉണ്ടാവില്ല, സ്ട്രെങ്ത് ഉണ്ടാവില്ല. അവർക്ക് മാർഷൽ ആർട്സ് പഠിക്കാൻ സാധിക്കും. എന്തുകൊണ്ട് പഠിക്കാൻ കഴിയില്ല? നിങ്ങൾക്ക് തീർച്ചയായും പഠിക്കാം. കാരണം യു ആർ പെർഫെക്റ്റ്ലി. നിങ്ങളുടെ പേരെന്താന്നാ പറഞ്ഞ? ധനീഷ് സാവന്ത്. തനീഷ്, നിങ്ങൾ തീർച്ചയായും അത് പഠിക്കാം. ദൈവം നിങ്ങൾക്ക് നല്ല ഹൈറ്റ് തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ തലമുടി എനിക്ക് വളരെ ഇഷ്ടമായി. യു ഹാവ് ലവ്ലി കർലി ഹെയർ.
യു ആർ എ ലവ്ലി ഗുഡ് ലുക്കിംഗ് ബോയ്. ആൻഡ് നിങ്ങൾക്ക് നല്ല ഉയരമുണ്ട്. ആൻഡ് യു ഹാവ് എ ലോങ് ലെഗ്സ്. നിങ്ങൾക്ക് മാർഷൽ ആർട്സ് പഠിക്കാൻ കഴിയും, തീർച്ചയായും കഴിയും. പിന്നെ യു ക്യാൻ ഡു കൂഡോ, തായ്ക്കൊണ്ടോ പഠിക്കാം. ഇതുപോലെ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പഠിക്കാം. ഐ തിങ്ക് എവരിബഡി ഇൻ ഇന്ത്യ ഷുഡ് ബി പ്രിപ്പയർഡ് വിത്ത് മാർഷൽ ആർട്സ്. അത് ആൺകുട്ടിയാണെങ്കിലും ശരി, പെൺകുട്ടിയാണെങ്കിലും ശരി. അതായത് ഇത് സെൽഫ് ഡിഫൻസ് മാത്രമല്ല നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്, ഡിസിപ്ലിനും ഇത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഇത് എങ്ങനെ ജീവിക്കണമെന്ന് പ്രധാനമായും നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങളുടെ ഷോയിലൂടെ ഞാൻ ഇതാണ് പറയാൻ ആഗ്രഹിക്കുന്നത് സാർ. അതായത് എല്ലാവരും സെൽഫ് ഡിഫൻസ്, മാർഷൽ ആർട്സ് തീർച്ചയായും പഠിക്കണം. ഇതൊക്കെ സ്കൂളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. സാർ, അത് നടക്കുന്നുണ്ട്. അതായത് അത് ശരിക്കും പറഞ്ഞാൽ സ്കൂള് കഴിഞ്ഞാണ് നടത്തുന്നത്. അതുകൊണ്ട് ഒരുപാട് കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് അതിൽ പങ്കെടുക്കില്ല. അച്ഛനും അമ്മയും സ്കൂൾ വിട്ടുകൊണ്ട് വീട്ടിൽ ചെല്ലാൻ പറയും. അതുകൊണ്ട് കുട്ടികൾ നിൽക്കില്ല. എൻ്റെ അഭിപ്രായത്തിൽ സ്കൂളിലൊരു പീരീഡ് ആയിരിക്കണം അത്. അത് യഥാർത്ഥത്തിൽ ജോഗ്രഫിയോ മാത്സോ പോലെ ഒരു പീരീഡ് ആയിരിക്കണം, എന്നാലേ ശരിയാവൂ. അതാണ് എൻ്റെ അഭിപ്രായം സാർ. വളരെ നല്ല കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സാർ, താങ്കളുടെ ഹെയർ അഫെയർ എന്ന പേരിലൊരു പടമുണ്ടല്ലോ, അതിൽ താങ്കളുടെ പോസ് വളരെ വൈറലായിരുന്നു. അത് ഒരുപാട് ക്രിക്കറ്റേഴ്സും അതുപോലെ സാറിന്റെ ഒരുപാട് ഫാൻസും കോപ്പി ചെയ്യാറുണ്ട്. സാർ, ഞങ്ങൾക്ക് വേണ്ടി ആ ഒരു പോസ് ഇവിടെ ഒരു തവണ കാണിക്കാൻ പറ്റുമോ സാർ? പ്ലീസ് സാർ, ഒരേ ഒരു തവണ. താങ്ക് യു സാർ. അത് സൂര്യകുമാർ യാദവ് പബ്ലിക് ചെയ്തിരുന്നു. അത് വളരെ ഫേമസ് ആയി, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതെ, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കിതൊന്നും അറിയില്ല. ഈ മീം ഇതൊക്കെ ഭാവിയിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് അതായത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ വെറുതെ അങ്ങനെ നിന്നേ ഉള്ളൂ. അത് പിന്നെ ആ പോസ് പിന്നീട് വളരെ ഫേമസ് ആയിപ്പോയി. എനിക്കറിയില്ലായിരുന്നു അത്. ഇതാ ഞാൻ പോസ് ചെയ്യാൻ പോണേ. ഒരു മിനിറ്റ്. രജത് സാർ, നിങ്ങൾ വരുന്നില്ലേ? തീർച്ചയായും. ഓക്കെ, കമോൺ എവരിബഡി പോസ്. എല്ലാവർക്കും ആ പോസ് ഓർമ്മയുണ്ടല്ലോ അല്ലേ? റെഡി? ഓൺ യുവർ മാർക്ക്, 1 2 3. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിയത് സൂപ്പർ സ്റ്റാർ അക്ഷയ് കുമാറിനോടാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന പല രഹസ്യങ്ങൾ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. പല കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ഒരിക്കലും സംസാരിക്കാറേയില്ല, പക്ഷെ ഇന്ന് സംസാരിച്ചിരിക്കുകയാണ്. ഇന്ന് ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ ജഡ്ജിയായ റിട്ടയർഡ് എയർ മാർഷൽ സഞ്ജീവ് കപൂറിന്റെ ജഡ്ജ്മെന്റ് നോക്കാം. അക്ഷയ് കുമാർ വളരെ ഡിസിപ്ലിൻഡ് ആണ്, പാട്രിയോട്ടിക് ആണ്. ആൻഡ് അദ്ദേഹത്തിന്റെ ഇത്രയും വലിയ റീച്ചിന് ശേഷവും അദ്ദേഹത്തിന്റെ ഗ്രോത്ത്, അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ, ഇതൊക്കെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പേർക്ക് ഒരു ഇൻസ്പിറേഷൻ ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയുന്നത് താങ്കൾ ഇതിങ്ങനെ തന്നെ തുടരണമെന്നാണ്. അതുപോലെ താങ്കൾ ഒരുപാട് ജനങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കണം. കാരണം വരും തലമുറയ്ക്ക് ഇതൊക്കെ പകർന്നു നൽകേണ്ടത് നമ്മുടെ കടമയാണ്. താങ്ക് യു. വേറൊരു നീതിപീഠത്തിലും ഒരു ജഡ്ജും ഇതുപോലെ കിടിലൻ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവില്ല. അതിവിടെ സംഭവിച്ചിരിക്കുകയാണ്. സോ ഒരു കവിതയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, जिसे न थकना आता है न रुकना आता है वही रोशनी बन के दूसरों को पथ दिखाता है. ഈ വരികൾ താങ്കൾക്ക് വളരെ യോജിച്ചതാണ്. നന്ദി. ആൻഡ് താങ്കൾക്കുമേൽ ചുമത്തപ്പെട്ട എല്ലാ കുറ്റാരോപണങ്ങളിൽ നിന്നും താങ്കളെ മുക്തനാക്കുകയാണ്. ഞാൻ താങ്കളെ പൂർണ്ണ ബഹുമാനത്തോടെ വിട്ടയക്കുന്നു. ഈ വിശ്വാസത്തോടുകൂടി, ഇതേ സന്തോഷത്തോടുകൂടി അക്ഷയ് കുമാർ ഇതുപോലെ തന്നെ ജനങ്ങളെ ഇൻസ്പയർ ചെയ്തുകൊണ്ടേയിരിക്കണം. നല്ല ടൈറ്റിലിൽ സിനിമകൾ എടുക്കണം. അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ യുവജനങ്ങൾക്ക് നല്ലൊരു റോൾ മോഡലായിരിക്കും. ഈ ഷോ ഇതോടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം പുതിയൊരു അതിഥിയോടൊപ്പം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.